4 കളി അടുപ്പിച്ച് കാണാൻ ശ്രമിച്ചു. ഞാൻ മുഴുവൻ കണ്ടെന്ന് പറയുന്നില്ല. എവിടെയോ ഹൈറ്റിയും സ്കോട്ട്ലൻഡ് ഒക്കെ ഇങ്ങനെ വന്ന് പോയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നമ്മുടെ വേൾഡ് കപ്പ് റിവ്യൂ പോഡ്കാസ്റ്റ് എപ്പിസോഡ് നമ്പർ 1 എന്ന് പറയണോ? ഗെയിം ഡേ അല്ലേ, നമ്മൾ ഒരുപാട് മാച്ചസ് മിക്സ് ചെയ്ത് പറയുന്നത്. ഓക്കെ, എപ്പിസോഡ് നമ്പർ 1. ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറയാം, ഇത് കാണുന്ന പ്രേക്ഷകര്, കാരണം ബ്രസീലും അർജന്റീനയും പോർച്ചുഗലും നെതർലൻഡ്സും സ്പെയിനും ജർമ്മനിയും സെനഗൽ, എല്ലാ രാജ്യത്തിനും കടുത്ത ആരാധകരുണ്ട്. അപ്പോ ഈ ചാനലിന്, ഈ പാനലിൽ പറയുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങൾക്കുമായി ഒരു ബന്ധവുമില്ല. ഞങ്ങൾ ഇതൊരു ഫണ്ണായിട്ടാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ദേഷ്യം വരുന്ന പാനലിസ്റ്റ് ഉണ്ടെങ്കിൽ പാനലിസ്റ്റിനെ ചീത്ത വിളിക്കുക. ഓക്കെ, അതായത് ഇത് കുറച്ച് കൂട്ടുകാർ തമ്മിൽ പല ക്ലബുകളിൽ, പല രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർ തമ്മിലുള്ള ചർച്ച. അതിന് കുറെ വേറെ ആൾക്കാർ വരും, അവരുടെ അഭിപ്രായങ്ങൾ പറയും, നിങ്ങളുടെ ഫേവറേറ്റ് താരത്തിനെയോ ടീമിനെ കുറിച്ച് മോശം പറയും. അപ്പോ തെറി വിളിക്കുമ്പോ കൃത്യമായി അവരെ തന്നെ വിളിക്കും. ഓക്കെ, അല്ല നമ്മള് മറ്റേ ആദ്യം എഴുതി കളിക്കാൻ പറ്റില്ലല്ലോ. അതായത് ഒപ്പീനിയൻസ് ഓഫ് ദ പാനലിസ്റ്റ് ആർ നോട്ട് ദ ഒപ്പീനിയൻസ് ഓഫ് ദ പോഡ്കാസ്റ്റ് എന്നൊക്കെ. സോ വി ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയാണ്. അപ്പൊ പേരെടുത്ത് തിരിച്ചു ചെയ്ത് കളിക്കാം. ഈ ഷോ ബയസ്ഡ് ആണ്. നമ്മൾ ആദ്യമേ പറയുന്നു, ഈ ഷോ ബയസ്ഡ് ആണ്. ഇപ്പം സ്വരൂപ് ടുണീഷ്യ ഫാനാണ്, സുദീപ് ടുണീഷ്യ ഫാനാണ്. ഓബിൻ എന്തിന്റെ ഫാനാണെന്ന് അറിയില്ല, പക്ഷെ ഓബിന്റെ സംസാരത്തിൽ നിങ്ങൾക്ക് അത് വായിച്ചെടുക്കാൻ പറ്റും. അതായത് അർജന്റീനയുടെ റിവ്യൂ പറയുന്ന ദിവസം ഓബിൻ ഒരു പോർച്ചുഗൽ ഫാൻ ആയിരിക്കും, പോർച്ചുഗലിന്റെ റിവ്യൂ പറയുന്ന ദിവസം ഓബിൻ ഒരു ബ്രസീൽ ഫാൻ ആയിരിക്കും, ബ്രസീലിന്റെ റിവ്യൂ പറയുന്ന ദിവസം ഓബിൻ ഒരു ഇംഗ്ലണ്ട് ഫാൻ ആയിരിക്കും. അപ്പോ അങ്ങനെ സ്വരൂപിന്റെ പിന്നെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം, സ്പെയിനിന്റെ ഫാനാണ്. ഗണേശൻ അർജന്റീന ഫാനാണ്. നമ്മുടെ കുറച്ച് ഗസ്റ്റുകൾ ഇത്തവണ വരുന്നുണ്ട്, അവരവരുടെ കൺട്രീസിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ സോ വേൾഡ് കപ്പ് തുടങ്ങിയിട്ട് 2 ദിവസമായി. നമ്മൾ എല്ലാ മാച്ചും കാണാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ മാച്ചിന് ശേഷം റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരുപാട് മാച്ചസ് ഉണ്ട്, എല്ലാം കണ്ടിരിക്കാൻ പറ്റില്ല. സോ നമ്മള് ഒരു മെയിൻ കൺട്രിയുടെ മാച്ചിന് ശേഷം നമ്മൾ എല്ലാ മാച്ചിന്റെയും റിവ്യൂ പറയുന്നതായിരിക്കും. ഇതിനകത്ത് ടാക്ടിക്സ് ഇല്ല, ഇതിനകത്ത് അങ്ങനെ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. കുറച്ച് വേൾഡ് കപ്പ് കാണുന്ന ആൾക്കാർ അഭിപ്രായം പറയുന്നു, കോഴിക്കോട് ഭാഷയിൽ പറഞ്ഞ സൊറ പറയും. ഒന്നാമത് മാച്ചസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതുവരെ കണ്ട മാച്ചിന്റെ ഒരു ആകത്തുക എന്താണ് തോന്നുന്നത്? ഹൗ ഡു യു ഫൈൻഡ്? ഒരു 8 ഗെയിംസ് ആയി, വേൾഡ് കപ്പ് എങ്ങനെ പോയി സ്വരൂപേ? ഇപ്പൊ പറയുമ്പോ 8 ഗെയിംസ് ആയെന്ന് പറയുമ്പോ നമുക്ക് തോന്നും 8 ഗെയിംസ് ആയ എന്നുള്ളൊരു ഇത് തോന്നും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഇങ്ങനെ പതുക്കെ തുടങ്ങി. മെക്സിക്കോന്റെ ഒരു നല്ലൊരു മാച്ച്, മീൻസ് ഹോം ഗ്രൗണ്ടില് ഒരു വിൻ ഉണ്ടായി, യെമനസിന്റെ പെർഫോമൻസ് അതൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ നല്ല കളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ വീക്കെൻഡ് ആയി കഴിഞ്ഞപ്പോഴാണ് ഉഷാറായ ബ്രസീലിന്റെ കളി തുടങ്ങി. ഓവറോൾ ഹാപ്പിയാണോ വേൾഡ് കപ്പ് സോ ഫാർ? ഹാപ്പിയാണോ? അതിങ്ങനെ പൊന്തി വരികയാണ്. നൗ വി ആർ ഇൻ ദ മൂഡ്. എനിക്ക് തോന്നുന്നു ഇത് സുദീപനോട് യോജിക്കുമെന്ന് അറിയില്ല, പക്ഷെ പെർഫോമൻസസ് ആൻഡ് ക്വാളിറ്റി ഓഫ് ദ ഗെയിംസ് വലിയ സുഖം ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷെ ഇൻട്രസ്റ്റിംഗ് റിസൾട്ട്സ് ഇത്തവണ വേൾഡ് കപ്പിൽ ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു മുന്നേറ്റം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇതായത് നമ്മൾ വേൾഡ് കപ്പിൽ 48 രാജ്യങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് മുഖം ചുളിച്ചു ഞാനടക്കം. പക്ഷെ ഏഷ്യൻ രാജ്യങ്ങളും എന്താ പറയാ, നമ്മളെ അങ്ങനെ അങ്ങ് ഇതാക്കാൻ പറ്റില്ല എന്ന് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ വേൾഡ് കപ്പിൽ. പ്രത്യേകിച്ച് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് അമേരിക്കൻ ടീംസ് ഇതുവരെ അങ്ങ് അവർക്കൊരു മാർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എന്താണ് സുദീപിന് തോന്നുന്നത് ഇൻ ടേംസ് ഓഫ് റിസൾട്ട്സ്? പെർഫോമൻസ് വരുമായിരിക്കും, സമയമുണ്ടല്ലോ. യെസ്, നമ്മള് ഹോസ്റ്റ് നേഷൻസിന്റെ മാച്ചുകള്, അതില് ഹോസ്റ്റ് നേഷൻസ് എല്ലാവരും തോൽക്കാതെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി. അതൊരു വലിയ കാര്യമായിരുന്നു. പിന്നെ നോക്കുമ്പോൾ മറ്റ് ടീംസ്, ഈ നമ്മൾ പറഞ്ഞിരുന്നു ക്ലൈമറ്റിന്റെ വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത്, കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട അത് കണ്ടു. ഇപ്പൊ ഖത്തർ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വന്നിട്ട് അവർക്ക് ആ മാച്ച്, സ്വിറ്റ്സർലൻഡ് നമ്മൾ പറഞ്ഞത് ഏറ്റവും തണുപ്പുള്ള സ്ഥലത്ത് നിന്ന് വരുന്നതാണ്, ഇവിടെ വരുന്നതാണ്. അപ്പോ അവർക്കും
റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റി ഖത്തറിന്. അപ്പൊ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കാതെയുള്ള ചില റിസൾട്ടുകൾ ഇതിലുണ്ടായി. ഇപ്പൊ ഓസ്ട്രേലിയയുടെ റിസൾട്ട് ആയാലും അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ചില ടീമുകൾ നന്നായിട്ട് പെർഫോം ചെയ്തു, ചില ടീമുകൾ നമ്മൾ പറഞ്ഞ സ്റ്റൈലിൽ കളിച്ചതുകൊണ്ട് പ്രശ്നങ്ങൾ. മൊത്തത്തിൽ നോക്കിയാൽ ഡിഫെൻസീവായിട്ട് കളിക്കുന്ന ടീമുകൾ ആണ് കൂടുതൽ നന്നായിട്ട് വരുന്നത്. അതൊന്ന്. രണ്ടാമത് എനിക്ക് തോന്നിയ വേറൊരു കാര്യം, അത് ഇനിയും വരും ദിവസങ്ങളിൽ കാണാൻ പറ്റും. സ്റ്റൈലുകൾ നമ്മൾ ഒരുപാട് നാഷണൽ ടീംസിന് നല്ല ക്വാളിറ്റി ഉള്ള കോച്ചുമാരാണ് ഇപ്പോൾ. പല കോച്ചുമാരും നല്ല ക്വാളിറ്റി ഉള്ള കോച്ചുമാരെ കാണാറുണ്ട്. ശരിക്കും പ്രീമിയർ ലീഗിലൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബിനൊക്കെ ലീഡ് ചെയ്യേണ്ട കോച്ചുമാരാണ്. ഇപ്പൊ US-ന്റെ പെർഫോമൻസിൽ അത് കാണാം, കാനഡയുടെ പെർഫോമൻസിൽ അത് കാണാൻ പറ്റി. അങ്ങനെ പല സ്റ്റൈലുകൾ, അതായത് പണ്ട് വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്ന സ്റ്റൈലല്ല ഇപ്പൊ കുറച്ചും കൂടി ക്ലബുകൾ കളിക്കുന്ന ഒരു സ്റ്റൈലും ഒക്കെ വേൾഡ് കപ്പിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചില താരങ്ങള് കയറി വരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത പല യങ് സ്റ്റാർസ്, ഇപ്പോ ബൗദാദി ആയാലും ബ്രസീൽ മാച്ചിന് മൊറോക്കോന്റെ ബൗദാദിയുടെ പെർഫോമൻസ് ആയാലും അതൊക്കെ ഗണേഷ് ഭയങ്കര രസമായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള പല പ്ലേയേഴ്സ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ വന്നു. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ കുറെ കാര്യങ്ങൾ വേൾഡ് കപ്പിൽ സംഭവിച്ചു. പ്രതീക്ഷിക്കാത്ത അപ്സെറ്റ്സ് ഉണ്ടായി. അപ്പൊ അത് കാരണം ഇതുവരെ വേൾഡ് കപ്പ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, എക്സൈറ്റിംഗ് ആയിട്ടുള്ള വേൾഡ് കപ്പ് തന്നെയാണ്. ഹാരിസ് കൗസർ കേൾക്കുന്നുണ്ടോ? നമ്മുടെ ഒരു പുതിയ ഗസ്റ്റ് ഉണ്ട് ഇത്തവണ പോഡ്കാസ്റ്റിലെ, ഡെബ്യൂ ആണ്. എന്താ പറയാ, നോർവേയിലാണ്. ലിവർപൂൾ ഫാൻസിന് പ്രത്യേകിച്ച് ലിവർപൂൾ ഫാൻസിന് എല്ലാവർക്കും സുപരിചിതരാണ് ഹാരി. കഴിഞ്ഞ 13 വർഷമായിട്ട് നോർവേയിലാണ് പുള്ളി. നോർവേ ടീമിന്റെ സപ്പോർട്ടറാണ്. ബ്രസീലും അർജന്റീനയും ഇംഗ്ലണ്ടും എന്താ പറയാ, ഇവർ മാത്രം പോരല്ല, നമുക്ക് മറ്റു രാജ്യങ്ങളുടെ സപ്പോർട്ടേഴ്സും ആവശ്യമുണ്ട്. എന്തായാലും ഹാരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാരിയൊക്കെ നമുക്ക് യൂറോപ്പിൽ നിന്ന്, അതായത് ഫെബ്രീസിയോ റൊമാനോ ഒക്കെ വരുന്നതിന് മുമ്പ് യൂറോപ്പിൽ നിന്ന് ട്രാൻസ്ഫർ സ്കൂപ്പ് ഒക്കെ പറഞ്ഞു തന്ന ഒരാളായിരുന്നു. അപ്പോ എന്താണ് ഹാരി ടോട്ടലി വേൾഡ് കപ്പ് സോ ഫാർ എന്താണ്, വാട്ട് യു ഫീൽ വേൾഡ് കപ്പ് സോ ഫാർ? വേൾഡ് കപ്പ് എന്ന് പറയുമ്പം ഒരുപാട് ഓർമ്മകളൊക്കെ ഉള്ളൊരു സംഭവമാണ്. ആക്ച്വലി ലൈക്ക് നിങ്ങൾ ഇപ്പം അതിന്റെ ഫോർമാറ്റ് കറപ്റ്റഡ് ആണ് മറ്റേതാണെന്നൊക്കെ എങ്ങനെ നമ്മൾ അത് വിശദീകരിച്ചാലും ഇറ്റ്സ് സ്റ്റിൽ വൺ ഓഫ് ദ ബിഗസ്റ്റ് സ്പോർട്ടിംഗ് എക്സ്ട്രവഗാൻസ. ഐ മീൻ ഒരു പ്രൊഫഷണൽ ഫുട്ബോളുടെ ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു ടൂർണമെന്റ്, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ടൂർണമെന്റ് ആണ് വേൾഡ് കപ്പ്. സോ അത് അങ്ങനെ തന്നെയാണ് നമ്മൾ അതിനെ കാണേണ്ടത്. ഒരു ഫാൻ എന്ന നിലയിലും പല ആളുകളും ക്ലബ് ഫുട്ബോളുകളൊന്നും കാണാത്ത ആളുകളുണ്ട്, പക്ഷെ വേൾഡ് കപ്പ് കാണുന്ന ആൾക്കാർ കൂടുതലായിരിക്കും. ബിക്കോസ് അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ദർസ് ഓൾവേസ് കോൺട്രവേഴ്സി സറൗണ്ടിങ് വേൾഡ് കപ്പ്. വൺ വേ ഇത് ഹോസ്റ്റ് കിട്ടിയില്ല, ഇവിടെ കറപ്ഷൻ ആള് കൂടി, മറ്റേത് ജസ്റ്റ് നോർമൽ. അത് ഒരു ആ ടോക്ക് ഉണ്ടാവും. അതിപ്പോ അടുത്ത 4 വർഷം കഴിഞ്ഞാലും ഉണ്ടാവും, 4 വർഷം മുന്നേ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പിന്നെ അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ ക്വാളിറ്റി, ഐ തിങ്ക് സുധീർ പറഞ്ഞ പോലെ ക്വാളിറ്റി ഹാസ് ഇംപ്രൂവ്ഡ് ടു മൈ നോളജ്. ഐ തിങ്ക് ഗ്രൂപ്പ് സ്റ്റേജ് first round usually is more of a loosener. I mean, you try to get to the pitch, you are trying to adjust to the surroundings in environment ഒക്കെ ആയിരിക്കും ഫസ്റ്റ് റൗണ്ട്. സോ അതിന്റെ ഒരു പിന്നെ ക്ഷീണം കാണാൻ പറ്റും ക്വാളിറ്റിയിൽ. ബട്ട് ഐ എക്സ്പെക്ട് എനിക്ക് തോന്നുന്നു ക്വാളിറ്റിനെക്കാട്ടും കൂടുതൽ റിസൾട്ട്സ് ഹാവ് ബീൻ വെൽക്കമിങ് അല്ലേ? നമ്മള് right, people are, I think the teams are trying to win football matches, which is basically the positive for a neutral who's watching. അതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ എടുത്ത് പറയേണ്ട കാര്യം. യൂഷ്വലി ഒരു 10-12 വർഷമൊക്കെ മുന്നേ പറകിൽ പോവുകയാൽ 0-0 was considered pretty good result. You know, you basically have to get through ഒരു വിജയം 3 ഡ്രോയും കിട്ടിയാൽ മതി basically in the next stage. പഴയ ഒരു ചിന്താഗതി. സോ അതിന് പകരം people are trying to win games. കാരണം അതിനും ഒരുപാട് പിന്നെ എന്താ പറയാ കാരണങ്ങളുണ്ട്. ദീസ് പ്ലേയേഴ്സ് ആർ ഓഡിഷനിങ് ലിറ്ററലി. They have their club at stake, they have money at stake, they have fame at stake, so everybody wants to perform. അതങ്ങനെ ഒരു സംഭവമുണ്ട്. സോ പിന്നെ ഈ coaches are also auditioning actually, right? There are plenty of big clubs out there who's looking for coaches, who's trying to move coaches. So അതിന്റെ ഒരു പിന്നെ ഇമ്പാക്ട് ഉണ്ട്. ഓവറോൾ ഐ തിങ്ക് ഇറ്റ് ഹാസ് ബീൻ pretty good. Underwhelming എന്ന് പറയുന്നില്ല ഞാൻ. ആക്ച്വലി I was expecting
എന്താ പറയാ, ഞാൻ മൈൽഡായിട്ട് തുടങ്ങുന്ന വിചാരിച്ചത്, പക്ഷെ മൈൽഡായി തുടങ്ങിയില്ല. ആക്ച്വലി ഇറ്റ് കിക്ഡ് ഓഫ് ക്വൈറ്റ് വെൽ. ഫസ്റ്റ് മാച്ച് കുറച്ച് അതിന്റെ ഒരു ബോറിംഗ് അല്ല, കുറച്ച് താഴെ ആയാലും, ബട്ട് യെസ്റ്റർഡേ ആൻഡ് ഡേ ബിഫോർ യെസ്റ്റർഡേ മാച്ച് ഒക്കെ ആക്ച്വലി ഒരു 10-60 മിനിറ്റൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന മാച്ചാണ്, ഈവൻ ഇഫ് യു നോട്ട് സപ്പോർട്ടിംഗ് ദാറ്റ് പർട്ടിക്കുലർ ടീം. സോ അവിടെ നോർവേയിൽ എന്താണ്, നോർവേയുടെ ആൾക്കാരുടെ പ്രതീക്ഷ എന്താണ്? വാട്ട് ഈസ് ദ മൂഡ്, വേൾഡ് കപ്പ് മൂഡ് എന്താണ്? ബിക്കോസ് എനിക്കൊന്ന് 1998 ശേഷം ഫസ്റ്റ് ടൈം ആണ് നോർവേ വേൾഡ് കപ്പ് ഫൈനൽസ് കളിക്കുന്നത്. It's been a long 28 years. Yeah, 28 years in the waiting. People are very excited. I mean, and the office colleagues ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം യൂറോ കപ്പ് പോലെയല്ല വേൾഡ് കപ്പ്. യൂഷ്വലി they just don't get into it. But ഇത്തവണ നല്ല they qualified with flying colors. They beat a lot of teams actually. And they've actually put together a strong team. A team that can go into the quarterfinals without much of a heckle. So expectations ഭയങ്കര high ആണ്. Some very important players. Probably the best striker on the planet is basically Norway today. They also have a very good captain. They have got some very good players actually. Best captain the planet എന്ന് ആർസണൽ ഫാൻസ് പറയും. Okay, Odegaard is still a pretty good player. പിന്നെ ഈ പറഞ്ഞ പോലെ a lot of Norwegian players are playing for some high competitive league games, which helps them. So എന്താ പറയാ, it's very good. Workplaces, I would say yes, people are very excited. They come with jerseys, they wear those Norwegian kind of jerseys. Mostly Viking have taken over some part of this basically. അങ്ങനെ ഒരു Viking element കൂടി കൊടുക്കാം. Pub, they've given special permission to screen early hours in the morning. Usually pubs are not allowed to screen other than the World Cup, but government has relaxed that kind of a rule. Now pubs will be screening until 3 a.m., 4 a.m. In June, July usually is a vacation month here in Europe or West on the States. So people, extended summer on people come off very early from the work, 4 o'clock, and then they basically are out with the people and screening. And also സ്ക്രീനിങ് ഒക്കെ ഒരുപാടുണ്ട് ആക്ച്വലി, പുറത്ത് ഇഷ്ടം പോലെ. ഒബ്വിയസ്ലി എല്ലാ പബ്ബും സ്ക്രീനിങ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ജനറൽ സ്ക്രീനിങ് വേറെ ഉണ്ട്, മാളിൽ പോയാലും സ്ക്രീനിങ് കാണാൻ പറ്റും. സോ ഇറ്റ്സ് ക്വൈറ്റ് വെരി എക്സൈറ്റഡ് ആക്ച്വലി. ഓബിൻ, എന്താണ് ഈ 8 മാച്ചില് ഓബിന് ഏറ്റവും സർപ്രൈസ് ആയ ഒരു എലിമെന്റ് പറയാം? ഒരു എലിമെന്റ് ലൈക്ക് വാട്ട് യു, ഒരു അൺഎക്സ്പെക്ടഡ്, ഇതുവരെ റിസൾട്ട് അല്ല, സംതിങ് യു ഡിഡ്ന്റ് എക്സ്പെക്ട് സോ ഫാർ. നമ്മൾ പലപ്പോഴായി ഡിസ്കസ് ചെയ്തൊരു സാധനമാണ് ചൂട് എങ്ങനെ എഫക്ട് ചെയ്യും എന്നുള്ളത്. അല്ലെങ്കിൽ എല്ലാവരും കുറച്ചുകൂടെ ഒരു കൺസർവേറ്റീവ് അപ്രോച്ചിലേക്ക് പോകുമോ, ലൈക്ക് എൻറ്റയർ ടൂർണമെന്റ് റൈറ്റ്. ആ ഒരു ആംഗിളിൽ നിന്ന് പല ഗെയിംസ്, USA-ൻ്റെത്, ഈവൻ ടർക്കി ഗെയിം ഒക്കെ നോക്കുകയാണെങ്കിൽ they were being very active. ഒരു ലീഗ് സ്റ്റാൻഡേർഡ് ലെവലിലേക്കുള്ള പ്രസ്സിങ് ആയാലും പേസ് ആയാലും they have been on the front foot. നമ്മളിപ്പോ ഹാരി പറഞ്ഞ പോലെ തന്നെ ഒരു കളി ജയിക്കുക, ബാക്കി 3 കളി ഡ്രോ ആയാല്, അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ തോൽക്കാണ്ടിരിക്കുക, ജസ്റ്റ് ഗെറ്റ് ഇൻ ടു നെക്സ്റ്റ് റൗണ്ട്. ആ ഒരു ഫോക്കസ് മാറിയിട്ട് there are teams who is trying to win games. മെക്സിക്കോന്റെ ഫസ്റ്റ് ഗെയിം ആണെങ്കിൽ സൗത്ത് ആഫ്രിക്ക is not a great opponent, പക്ഷെ അപ്പോഴും മെക്സിക്കോ did try to outscore them. അവര് കിട്ടുന്ന എല്ലാ ചാൻസും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. Even ഇന്നത്തെ ടർക്കി ഗെയിമിൽ ടർക്കി played very well. And ടർക്കി, ഓസ്ട്രേലിയ, അവർക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമുണ്ട് കൗണ്ടർ. They really did well. ഒരു ചാൻസ് കിട്ടിയാലും ലെറ്റ്സ് കീപ് ദ ബോൾ, അടിച്ചിട്ടിട്ട് നമ്മൾ വീണ്ടും ഡിഫെൻഡ് ചെയ്യാന്നുള്ള സിറ്റുവേഷൻ നിൽക്കുന്നില്ല. ഒരു നാരോവസ്റ്റ് ടൈനിയസ്റ്റ് ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ട്രൈ ടു കൗണ്ടർ ആൻഡ് സ്കോർ. ആ ഒരു സാധനം. സോ there could be more goals in the reckoning. ഈ 1-0, 0-0, 1-1 ആ കൈൻഡ് ഓഫ് നിൽക്കാണ്ട് there could be more of 3-1, maybe 3-0, 4-0 kind of games coming forward. Yes, അതൊരു വെൽക്കമിങ് ചേഞ്ച് ആണ്. ഐ തിങ്ക് വേൾഡ് കപ്പ് എപ്പോഴും നമ്മള് വേൾഡ് കപ്പിന് മുമ്പ് ഒരുപാട് നമ്മൾ പണ്ട് മാതൃഭൂമിയിലും മനോരമയിലും തൊട്ട് എല്ലാവരും പ്രഡിക്ഷൻസും എന്താ പറയാ പണ്ഡിറ്റ്സും നമ്മളടക്കം പല കാര്യങ്ങളും ഇങ്ങനെ പ്രഡിക്ട് ചെയ്തില്ലെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ അല്ല എപ്പോഴും നടക്കാറ്. അതാണ് എപ്പോഴും ഓൺ പേപ്പർ അല്ലല്ലോ ഫുട്ബോൾ, ഇറ്റ്സ് ഓൺ ദി പിച്ച്. എനിക്ക് തോന്നുന്നു ഇതുവരെ റിസൾട്ട്സ് അത് പ്രൂവ് ചെയ്തു എന്നാണ് തോന്നുന്നത് അല്ലെ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മെയിൻ ഗെയിം ഡിസ്കഷനിലേക്ക് വരുന്നതിന് മുമ്പ് ഐ തിങ്ക് ഖത്തർ സ്വിറ്റ്സർലൻഡ് ഇസ് എ ഹ്യൂജ് റിസൾട്ട് ഫോർ ഖത്തർ. ഒരു പോയിന്റ് കിട്ടുക
എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി അഗെയിൻസ്റ്റ് ടോപ്പ് യൂറോപ്യൻ ടീം. ഞാൻ സ്വിറ്റ്സർലൻഡ് ഒരു മോശം ടീമൊന്നും അല്ല. ദേ ആർ നല്ല ലീഗ്സിൽ നല്ല കളിക്കുന്ന പ്ലേയേഴ്സ് ഉള്ള രാജ്യമാണ്. സെയിം തിങ് വിത്ത് ഹൈറ്റി ശരിക്കും സ്കോട്ട്ലൻഡിനോട് 1-0 തോക്കുക എന്ന് പറഞ്ഞാൽ ഹൈറ്റിക്ക് അത്ര മോശം റിസൾട്ട് അല്ല. ഇറ്റ്സ് എ വെരി ബാഡ് റിസൾട്ട് ഫോർ സ്കോട്ട്ലൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്. പിന്നെ ഒബ്വിയസ്ലി ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും ഓസ്ട്രേലിയ ബീറ്റിംഗ് ടർക്കി, Paraguay losing convincingly to USA, Canada getting a draw against Bosnia, and South Korea beating Chechnya. അപ്പോ ചെക്കിയ. അപ്പോ ഓവറോൾ ഐ തിങ്ക് നമ്മൾ മിനോസ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ വീക്കർ ടീംസ് എന്ന് പറഞ്ഞ ടീമുകളെല്ലാം ഹാവ് മെയ്ഡ് ദിയർ പ്രസൻസ് ഫെൽറ്റ് ഇൻ ദ വേൾഡ് കപ്പ് സോ ഫാർ അല്ലെ. ഒരു ആബ്സല്യൂട്ട് ബാറ്ററിങ്ങോ അല്ലെങ്കിൽ ഒരു ഗൾഫ് ഓഫ് ക്വാളിറ്റി ഇതുവരെ കാണാനില്ല. ഇതില് ഒരു കോമൺ ഫാക്ടർ ആയിട്ട് തോന്നിയതെന്ന് വെച്ചാൽ യൂറോപ്യൻ ടീംസ് ആർ നോട്ട് കോപ്പിംഗ് അപ് ടു ദ ടെമ്പറേച്ചർ. പ്രോബബ്ലി ആ ഹീറ്റ് ചിലപ്പോൾ അവർക്ക് പറ്റായ്മ കണ്ടു തുടങ്ങുന്നുണ്ട്, ഇല്ലെങ്കിൽ ദേ ആർ ഡൂയിങ് എ സ്ലോ സ്റ്റാർട്ട് കമ്പയർഡ് ടു ദാറ്റ്. ഏഷ്യൻ ടീംസ് എന്ന് പറയുമ്പോൾ മോർ ഓഫ് ഖത്തർ, അറബ് ടീംസ് ടു ആഫ്രിക്കൻ ടീംസ്, അവർക്ക് ഇത് വലിയൊരു ഡിഫറൻസ് ആയിട്ട് തോന്നുന്നില്ല ഇൻ ടേംസ് ഓഫ് ദ ഹീറ്റ്. അല്ലാന്നുണ്ടെങ്കിലും 90 minutes കളിക്കണം എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ബിഗ് ഡീൽ ഫോർ ദം. അവർക്ക് നോർമൽ ആണ്. മേ ബി USA ഫീൽസ് ഈവൻ കോൾഡർ ഫോർ ഫ്യൂ ഓഫ് ദ ആഫ്രിക്കൻ ടീംസ്. പക്ഷെ യൂറോപ്യൻ ടീംസിനെ സംബന്ധിച്ചോളം ഇറ്റ് മൈറ്റ് സ്ട്രഗിൾ മൂവിങ് ടുവേർഡ്സ് ക്വാർട്ടർ ഫൈനൽസിലേക്ക് എത്തുമ്പോൾ, റൗണ്ട് ഓഫ് 16 ക്വാർട്ടർ ഫൈനൽസിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഈ ഫറ്റീഗ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. സോ ദർ കുഡ് ബി എ ചാൻസ് എന്തായാലും 3 ആൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ. സോ ലെറ്റ്സ് കൺസേർവ് എനർജി. അതും ഒരു ടാക്ടിക് ആവാം മൂവിങ് ഫോർവേഡ്. യെസ്, ഇനിയാണ് നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വരുന്നത്. കുറച്ച് നെറ്റ്വർക്ക് പ്രോബ്ലംസ് ഒക്കെ അങ്ങോട്ട് ഉണ്ടാവുന്നുണ്ട്. പ്ലീസ് ബാൻ. ബ്രസീൽ വേഴ്സസ് മൊറോക്കോ. ബ്രസീൽ ഫാൻസ് വളരെയധികം ഉദ്വേഗതയോടും ആകാംക്ഷയോടും രാത്രി 3:30 വരെ എണീറ്റിരുന്ന് ഒരു എന്താ പറയാ ഒരു നല്ല ഒരു മാച്ച് കാണാൻ ഇരുന്നു. എന്റെ ഒരു ഫ്രം വാട്ട് ഐ ഫീൽ, ഐ തിങ്ക് മൊറോക്കോ എസ്പെഷ്യലി ഫസ്റ്റ് ഒരു 25-30 മിനിറ്റ് കംപ്ലീറ്റ്ലി ഔട്ട് പ്ലേഡ് ബ്രസീൽ. എനിക്ക് തോന്നിയതാണ്. എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്, ഹാരിക്ക് കയറി വരാൻ വേണമെങ്കിൽ, ഒരു ടിപ്പിക്കൽ ആൻസലോട്ടി റയൽ മാഡ്രിഡ് സൈഡിന്റെ പെർഫോമൻസ് പോലെ തോന്നി. അതായത് നിങ്ങൾ കളിച്ചോ, പക്ഷെ ഞങ്ങൾ അവസാനം നമ്മുടെ ആ ഗ്രിറ്റും ഇതും കൊണ്ട് മാച്ച് നമ്മൾ ജയിക്കും എന്നുള്ള ഒരു സ്റ്റാർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. യെസ്, ഐ തിങ്ക് ഞാൻ ഈ മാച്ച് ശരിക്കും പറഞ്ഞാൽ ഐ വാസ് ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് മാച്ച്. കാരണം ഒന്ന്, ബ്രസീലിനോടുള്ള ഒരു പിന്നെ നമ്മുടെ ഒരു മലയാളികൾക്കും ബ്രസീൽ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഓണം വരുന്ന പോലെയാണ്. ഇറ്റ്സ് ലൈക്ക് വി ആർ സോ ഫോണ്ട് ഓഫ് ബ്രസീൽ, റൈറ്റ്? ഇറ്റ്സ് എ ടീം ദാറ്റ് വി ഹാവ് ബീൻ ഫോളോയിങ് ഫോർ ഡെക്കേഡ്സ് ആൻഡ് ജനറേഷൻസ് അല്ലേ. സോ അതാണ് പ്രധാനമായിട്ട് ഇത് രാത്രി ഇരുന്ന് കാണാന്നുള്ളൊരു പിന്നെ ഇതുണ്ടായത്. പിന്നെ ആൻചലോട്ടി, ലൈക്ക് ഐ സെഡ്, ബ്ലണ്ട് ആയിട്ട് പറഞ്ഞാൽ ഇറ്റ് ലുക്ക് ലൈക്ക് മിനി വേർഷൻ ഓഫ് ലിവർപൂൾ അണ്ടർ സ്ലോട്ട്. ജസ്റ്റ് ഡിഡ്ന്റ് നോ വാട്ട് ദേ വർ ട്രൈയിങ് ടു ഡു. ബേസിക്കലി എന്താ പറയാ, കുറെ ആൾക്കാർ എവിടേക്കോ, ദിസ് ഇസ് നോട്ട് റിയലി എ പ്രോപ്പർ ആൻചലോട്ടി കൈൻഡ് ഓഫ് ടാക്ടിക്കൽ ഗെയിം. അയാൾ ആരൊക്കെയോ സെലക്ട് ചെയ്തിട്ട് എന്തൊക്കെയോ കളിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് തുടങ്ങിയത്. ആൻഡ് ഓൾസോ ഐ തിങ്ക് ദേ അണ്ടർ എസ്റ്റിമേറ്റഡ് മൊറോക്കോ, ദി എബിലിറ്റി ടു പ്ലേ ദ ഫുട്ബോൾ അറ്റ് എ വെരി ഹൈ സ്പീഡ്. അതാണ് പ്രധാനമായിട്ട് പറ്റിയത്. ഒരു 40-45 മിനിറ്റ് വരെ കഴിഞ്ഞു അത് ഒന്ന് ശരിക്കും വരാൻ വേണ്ടിയിട്ട്. സോ പിന്നെ ഞാൻ ഡീറ്റെയിൽസിലേക്ക് ഇപ്പം കിടക്കുന്നില്ല. ഐ ബിലീവ് വിൽ ഹാവ് ദാറ്റ് in the next round. So if your question was it similar to an Ancelotti style Madrid, I think yes. Carlo has always been a very pragmatic coach. His idea is football is still revolving around let's not concede and let's basically play that very slow kind of a football and try to make it a little compact and all. And adana ayalde oru tactical kind of an approach. അതിനകത്ത് അങ്ങനെയാണ് അയാൾ സ്റ്റാർട്ടും ചെയ്തത് കളി. സോ ബ്രസീൽ ഫാൻസ് ഔട്ട് ദർ, യു പ്രോബബ്ലി ഗോൺ എക്സ്പെക്ട് ദ സെയിം തിങ്. ഐ മീൻ, ഞാൻ നേരത്തെ ഒരു ഇത് വായിച്ചിരുന്നു. ഐ തിങ്ക് ഐ പുട്ട് ഇൻ മൈ സ്റ്റാറ്റസ് ഇൻ വാട്സ്ആപ്പ്. സോ അത് ഒരു നീജർക്ക് റിയാക്ഷൻസ് അല്ല, ബട്ട് ബേസ്ഡ് ഓൺ വാട്ട് ഐ സീൻ, ഈ സൗത്ത് അമേരിക്കയിൽ 6 ക്വാളിഫൈങ് സ്പോട്ട് ഇല്ലായിരുന്നെങ്കിൽ ബ്രസീൽ വുഡന്റ് ഹാവ് ക്വാളിഫൈഡ് വിത്ത് ദാറ്റ് കൈൻഡ് ഓഫ് ഫുട്ബോൾ. Honestly, that was, I mean, they were that bad. They were absolutely bad. So but I think Ancelotti is a very experienced, seasoned coach. I believe he will learn a lot from that.
He will try to get a grip of the game. He will understand what needs to be done, etc. So my kind of an opening statement would be, yes, it's a classic Carlo Ancelotti kind of a football that he played throughout his career, not just in Madrid. He was pretty much the same in AC Milan, and he was pretty much the same wherever he has been. So yeah, for me, that is where it എനിക്ക് സ്വരൂപിനോടും ബാക്കി എല്ലാവരും ചോദിക്കാനുള്ളത്, ഇത് കോൺട്രവേഴ്ഷ്യൽ ആണ്, ആൾക്കാർക്ക് ഒരുപാട് ഇമോഷൻസ് ഫീൽ ചെയ്യും. പക്ഷെ നെയ്മാറിന്റെ സ്ക്വാഡിൽ എടുത്തു, നെയ്മാറിന് പരിക്കാണ്. ശരിയാണ്, വേൾഡ് കപ്പ് തുടങ്ങിയിട്ടുള്ളൂ. എന്തായാലും ബ്രസീൽ ക്വാളിഫൈ ആവും, അതിലൊന്നും നമുക്ക് സംശയമൊന്നുമില്ല. എന്തായാലും അവര് നോക്കൌട്ടിൽ എത്തും. എന്റെ ഡൗട്ട് ഇഗോർ തിയാഗോ. ഞാൻ ലൈനപ്പ് കണ്ടപ്പോ ഒന്ന് ഞെട്ടി. കാരണം ഇഗോർ തിയാഗോ എന്റെ ഒരു നമ്മൾ ഈ ബ്രസീൽ എപ്പിസോഡിലും ഡിസ്കസ് ചെയ്തതാണ്, വാസ് എ പ്ലാൻ ബി അല്ലെ. ഇഗോർ തിയാഗോ നമുക്ക് കളി സെക്കൻഡ് ഹാഫിലോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്ലാൻ ബി. ഇഗോർ തിയാഗോ സ്റ്റാർട്ടിങ് എനിക്ക് ഒട്ടും വർക്ക്ഔട്ട് ആയില്ല. കുഞ്ഞ കുഡ് ഹാവ് സ്റ്റാർട്ടഡ് ദ ഗെയിം, ദേ കുഡ് ഹാവ് ഗോൺ ഇൻ ദ ഫ്രണ്ട് ഫുട്ട്. രണ്ടാമത്തത്, നെയ്മാറിനെ എടുത്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇന്നത്തെ കളിയിൽ എസ്പെഷ്യലി ഇഫ് ജാവോ പെഡ്രോ വാസ് ദേർ, കാരണം if you're going to a World Cup with Igor Thiago as your number 9, I think you have big problems, especially if you're Brazil, അല്ലേ? എന്താ തോന്നുന്നു? എനിക്ക് തോന്നണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗോർ തിയാഗോ ഈ ഫോർമേഷൻ ഇല്ലേ, ഈ ഫോർമേഷനും ഈ സെറ്റ് ഓഫ് പ്ലേയേഴ്സിനും പറ്റിയൊരു സ്ട്രൈക്കർ അല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിങ് ബാക്സ് നമുക്ക് അറിയാം, ബ്രസീലിന്റെ കാലങ്ങളായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല അഗ്രസീവായിട്ട് അറ്റാക്ക് ചെയ്യണ വിങ് ബാക്സ് ഉണ്ടാവാറുണ്ട് സ്ഥിരമായിട്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അതില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻസ് എല്ലാം രണ്ടുപേരിൽ നിന്നാണ് അവര് നോക്കുന്നത്. കാരണം മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഏജ് ആയി, കസമേറോനൊക്കെ ഏജ് ആയി, അവിടെ ഒന്നും ബിൽഡ് വരുന്നില്ല. അപ്പൊ അവര് ലാക്ക് ഓഫ് പേസ് അങ്ങനെയുള്ള ഒരു ഇഷ്യൂ മിഡ്ഫീൽഡിലും ഉണ്ട്. വിഡ്ത്ത് ഇല്ല, വിഡ്ത്ത് കീപ്പ് ചെയ്യാനായ കൂടി വിങ്ങേഴ്സ് ഇറങ്ങി വന്ന് മീൻസ് അവര് ബോള് കൊണ്ടുപോകേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഈ പറഞ്ഞ പോലെ കുനിയ തന്നെയാണ് ബിൽഡപ്പിന് പറ്റിയൊരു സ്ട്രൈക്കറായിട്ട് അവരുടെ സ്ക്വാഡിൽ തന്നെ ഉള്ളത്. ഞാനൊരു സ്റ്റാറ്റ് വായിച്ചു. അതായത് ജൂൺ 2025 മുതൽ ഏപ്രിൽ 1 2026 വരെ ആൻചലോട്ടി ഈ ബ്രസീലിന്റെ നമ്പർ 9 പ്രോബ്ലം എന്നൊരു പ്രോബ്ലം എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ നമ്പർ 9 he tried Cunha, he tried Richarlison, he tried João Pedro, he tried Victor Roque, he tried Caio Jorge, he tried Igor Thiago and Igor Jesus. ഇത്രയും പേരെ പുള്ളി ട്രൈ ചെയ്തു. അതില് കുഞ്ഞ ആണ് 400 മിനിറ്റ് കളിച്ചത്, പിന്നെ റിച്ചാർലിസൺ, പിന്നെ ജാവോ പെഡ്രോ. ഇഗോർ തിയാഗോ ആകെ കളിച്ചത് 19 മിനിറ്റ് ആണ് ബ്രസീലിന് വേണ്ടിയിട്ട് ഇതിനു മുമ്പ്. എന്നിട്ട് ആ പ്ലെയറിനെ വെച്ച് വേൾഡ് കപ്പിലോട്ട് പോയി വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഫൗണ്ട് ഇറ്റ് വെരി ബാഫ്ലിംഗ്. ഇപ്പൊ ഹാരി പറഞ്ഞ പോലെ അവര് മൊറോക്കോനെ എന്താ പറയാ, ഒന്നെങ്കിൽ അവർ മൊറോക്കോനെ സീരിയസ് ആയി എടുത്തില്ല, അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസോ അല്ലെങ്കിൽ എന്തോ, ഓർ ഈ ഓബിൻ പറഞ്ഞ പോലെ വേൾഡ് കപ്പ് മെല്ലെ തുടങ്ങാം, നമ്മൾ എന്ത് വന്നാലും ക്വാളിഫൈ ആവും, നമുക്ക് ഈ സ്ക്വാഡ് ഈ ഗ്രൂപ്പില് അത്യാവശ്യം ടീമൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നലാണോ? സുദീപ് എന്താ പറയുന്നത്? അതെ അതെ, ഞാൻ പറയാം. ഇതിപ്പോ ഈ പേരുകൾ, കുറച്ച് പേരുകൾ പറഞ്ഞല്ലോ ഫോർവേഡ് നമ്പർ 9 കളിക്കുന്നത്. ഈ പേരുകളിൽ ആരും അങ്ങനെ, പണ്ട് നമ്മള് ബ്രസീൽ ഫാൻസിനൊക്കെ അറിയാം, പണ്ടുള്ള ബ്രസീലിന്റെ ഫോർവേഡ് നിരക്കാന്ന് പറഞ്ഞ നമ്പർ 9 പേരുകൾ, ആ പേരുകളും ഇപ്പൊ പറഞ്ഞ പേരുകളായിട്ട് ഒട്ടും കമ്പയർ ചെയ്യാനേ പറ്റില്ല. ബ്രസീലിന്റെ ഒരു നമ്പർ 9 പ്രോബ്ലം ശരിക്കും ഒരു ക്വാളിറ്റി നമ്പർ 9 അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇഗോർ തിയാഗോയ്ക്ക് ഫസ്റ്റ് ഹാഫിൽ ഒരു ഹെഡർ ഒരു ചാൻസ് കിട്ടി, അത് കഴിഞ്ഞ് അവര് സ്വിച്ച് ചെയ്ത ഷോട്ട് അവിടെ ലെജൻഡ്സ് ആയിട്ടുള്ള റൊണാൾഡോ ഒക്കെ ഇരിക്കുന്ന ഷോട്ടിലേക്ക് ബ്രസീലിന്റെ അവരുണ്ടായിരുന്നെങ്കിൽ അത് ക്ലിയർ ഗോളാ. അങ്ങനെ ഒരു പ്രസൻസ് അവർക്ക് അവിടെ ഇല്ല. അപ്പൊ അത് കുഞ്ഞായാലും അങ്ങനെയുള്ള പ്രസൻസ് കൊണ്ടുവരാൻ പറ്റില്ല. ആൻസലോട്ടി ഈ 4-4-2 ഡയമണ്ട് ഒക്കെ കളിക്കുമ്പോ എപ്പോഴും ആൾക്ക് ഒരു കുന്തമുന സ്ട്രൈക്കർ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു സ്ട്രൈക്കർ അവിടെ ഉണ്ട്, നമ്പർ 9 ആയിട്ടുള്ള. അങ്ങനെ ഒരു പ്ലെയർ ഇപ്പോ ബ്രസീലിന് മഷീട്ട് നോക്കുകയല്ല, ഇയാള് കുറെ ആൾക്കാരെ ട്രൈ ചെയ്തു ആൻസലോട്ടി, ആർക്കും അത് പറ്റണില്ല. എല്ലാവരും ഈ നമ്പർ 9 എന്നുള്ളതിന് പകരം ഫോൾസ് നയനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്ലേയേഴ്സ് ആണ്. ഒരു
പ്രസൻസ് ഷൂട്ട് ചെയ്ത് ഗോൾ അടിക്കാൻ പറ്റിയ ഒരു പ്രസൻസ് അവിടെ ഇല്ലാതെ അതിന്റെ ഒരു വിഷമം കണ്ടു. സെക്കൻഡ് ഹാഫിലായാലും ഇഗോർ തിയോഗെ വലിച്ചു കഴിഞ്ഞിട്ട് റാഫീനിയ ഒരു ഫാൾസ് നയൻ പോലെ വരുന്നു ഇടയ്ക്ക്, അല്ലെങ്കിൽ കുഞ്ഞാം ഫാൾസ് നയനായിട്ട് സ്വിച്ച് ചെയ്ത് വരുന്നു. അല്ലാണ്ട് അവിടെ കളിക്കാൻ ആളില്ല. ആൾക്ക് അതാണ് ഒരു പ്രശ്നം. ബ്രസീലിന്റെ ഏത് കാലത്ത് നോക്കിയാലും ഒരു നമ്പർ 9 അവിടെ ഉണ്ടാവും ഗോൾ അടിക്കാനായിട്ട്. ഇത്തവണ അതില്ല. അതാണ് ബ്രസീലിന് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വന്നത്. അപ്പൊ ഇനി ഈ വേൾഡ് കപ്പിൽ അതെങ്ങനെ പരിഹരിച്ച് അതിലേക്ക് കപ്പടിക്കുന്ന ഒരു ബ്രസീലാവുമ്പോൾ എന്തായാലും ചാമ്പ്യൻസ് ആവണം എന്നുള്ളതാണ് എക്സ്പെക്ടേഷൻ, മിനിമം എക്സ്പെക്ടേഷൻ അതാണ്. അപ്പൊ അതിലേക്ക് എങ്ങനെ ഒരു നമ്പർ 9 തന്നെ കളിക്കും എന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇതില് ബ്രസീലിനെ സംബന്ധിച്ചോളം നമ്മളിപ്പോ പറയുന്നത് തന്നെ എല്ലാ സമയത്തും അവർക്ക് സ്ട്രൈക്കർ ഉണ്ട്. ഏത് ബ്രസീൽ എന്താ പറയാ നല്ലൊരു ടൂർണമെന്റ് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ബ്രസീൽ സ്ട്രൈക്കർ ഹു ക്യാൻ സ്കോർ. അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മേ ബി ഇഗാർ തിയാഗോ. നമ്മള് എല്ലാവരുടെയും പ്ലാൻ, എല്ലാവരും ഈ സ്ക്വാഡ് വായിച്ചപ്പം തിയാഗോ ഇസ് ഡെഫിനറ്റ്ലി എ പ്ലാൻ ബി, മറ്റേസ് കുഞ്ഞ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. അപ്പം ഇതും തന്നെ ആയിരിക്കുമല്ലോ മൊറോക്കോ എക്സ്പെക്ട് ചെയ്തത്. മേ ബി ആൻസലോട്ടി വുഡ് ട്രൈഡ്, ഓക്കെ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നതിന് കുഞ്ഞ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്, ലെറ്റ്സ് ട്രൈ സംതിങ് ഡിഫറെന്റ്. ആ ഒരു അപ്രോച്ചിലേക്ക് പോകാനാണ് സാധ്യത. പിന്നെ ഇത് മൊത്തത്തിൽ ഗെയിമിൽ തന്നെ ആൻസലോട്ടി ഗിവ്സ് എൻറ്റയർലി എവ്രിബഡി ഫ്രീഡം. നിങ്ങൾ എങ്ങനെയെങ്കിലും കളിക്കുക, ഒരു റഫ് ഗൈഡ് ലൈൻ ആയിരിക്കും. അല്ലാത്ത ഈ ഗ്വാഡിയോള സ്റ്റൈൽ ഇന്ന ആള് ഇന്ന സ്ഥലത്ത് നിന്ന് ഇവിടുന്ന് പാസ് ചെയ്യണം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആൻസലോട്ടി കണ്ടേ ഇല്ല. പ്രോബബ്ലി അതും ഒരു റീസൺ ആവാം വൈ ബ്രസീൽ സ്ട്രഗിൾ. ഇത് ഒരു സ്റ്റാറ്റ്സ് ഒക്കെ നോക്കുന്നുണ്ട്, കളി കഴിഞ്ഞിട്ട് സ്റ്റാറ്റ്സ് ഒക്കെ നോക്കുമ്പോഴും റഫീനിയ, തിയാഗോ, പാക്വേറ്റ, കാസമീറോ, ബ്രൂണോ ഗിമാരഷ് 5 പേരും അടുത്തടുത്താണുള്ളത്. ആവറേജ് പൊസിഷൻ നോക്കുമ്പോൾ എല്ലാവരും തൊട്ടടുത്ത വളരെ അടുത്തായിട്ട് നിൽക്കുന്നത്. അതായത് റൈറ്റ് സൈഡ് എൻറ്റയർ കാലിയാണ്. അപ്പൊ റഫീനിയനെ സംബന്ധിച്ചോളം ഒക്കെ ഒരു കൃത്യമായ ടാക്ടിക്കൽ സ്റ്റൈലിലാണ് വരുന്നുള്ളത്. അതായത് ഇതാണ് നിന്റെ റോൾ, ഇങ്ങനെയാണ് നീ കളിക്കേണ്ടത് എന്ന് പറഞ്ഞും ചെയ്യിപ്പിച്ചും പരിശീലിപ്പിച്ചും വന്ന ഒരു പ്ലെയർ ആണ്. പെട്ടെന്ന് ഒരു യു ഹാവ് ഗിവൺ എ ഫ്രീ റോൾ എന്ന് തോന്നുമ്പോൾ എല്ലായിടത്തേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. പല സമയത്തും വിനീഷ്യസ് ജൂനിയറും റഫീനിയൊക്കെ ഒരേ സൈഡ് കളിക്കുന്ന പോലെ തോന്നി. അപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ആ കളി കാണുമ്പോൾ ഇവർ രണ്ടാളും ഒരു സൈഡിലാണ്, അപ്പൊ മറ്റേ സൈഡിൽ ആരാ ഉള്ളത്? ഒരു ഓപ്ഷൻ ആയിട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ആരെങ്കിലും പോകുന്നു ഇല്ല. അപ്പൊ മൊറോക്കോനെ സംബന്ധിച്ചോളം കുറച്ചുകൂടെ എളുപ്പമായി കാര്യങ്ങള്. ഞങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനുള്ള എല്ലാവരും ഒരു സൈഡിലുണ്ട്, ഞങ്ങൾ ഈ സൈഡിലേക്ക് എന്താ പറയുക കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, കൗണ്ടർ കിട്ടിയാൽ അപ്പുറത്തൂടെ പോവാം എന്നുള്ള ഒരു റിയാക്ഷനിലേക്ക് അവർ മാറുന്നുണ്ട്. ആൻഡ് മൊറോക്കോ ഇസ് എ ഗുഡ് ടീം. ഇങ്ങനത്തെ പെട്ടെന്ന് ഒരു ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ചാൽ അവർക്ക് അത് വെച്ച് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് അവിടെ തന്നെ ഉണ്ട് അവർക്ക്. എല്ലാം കൊണ്ടും ബ്രസീൽ ഹാസ് ടു കുറച്ചുകൂടെ ഒരു സ്ട്രിക്റ്റർ വേ ഓഫ് കൺട്രോളിങ് ഗെയിം ഉണ്ടാക്കണം. പിന്നത്തെ ഒരു റീസൺ എന്ന് വെച്ചാൽ ഈ കസമീറോനും ആയാലും ഏജ് ഒക്കെ ഉണ്ട്. അത് ഫെബിഞ്ഞോ, പക്ഷെ വരുന്നവൻ ഫെബിഞ്ഞോ ആണ്. ഫെബിഞ്ഞോനും കമ്പാരിറ്റീവ്ലി ഏജ് ഉണ്ട്, ഹാസ് നോട്ട് പ്ലേഡ് ദ ഹയസ്റ്റ് ലെവൽ. സൗദി ആണ്, പക്ഷെ സ്റ്റിൽ നോട്ട് പ്ലേഡ് ദാറ്റ് ഹയസ്റ്റ് ലെവൽ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യും എന്നുള്ളത് അവർ നോക്കേണ്ടി വരും. കുറച്ചുകൂടെ അറ്റാക്കിംഗ് ആയിട്ട് കളിക്കണം ഇനി മുതൽ, ഇഫ് ദേ ഹാവ് ടു റിയലി ഗോ ടു ഫൈനൽസ്. റൗണ്ട് ഓഫ് 32 ഒക്കെ ആണെങ്കിൽ ഇത് മതിയാവുമായിരിക്കും, ബട്ട് നോട്ട് ടു ദ ഫൈനൽസ്. ടൂ മച്ച് എന്താ പറയാ, ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിന് കാത്തു നിൽക്കുന്ന പോലെ ഉണ്ട് ആ ടീം. പക്ഷെ ആൻസലോട്ടിന്റെ ടീം എപ്പോഴും അങ്ങനെയല്ലേ? ഹി ആക്ച്വലി അല്ലേ ഹാരി, ഹി ആക്ച്വലി ഗോസ് വിത്ത് ഇൻഡിവിജ്വൽ ബ്രില്യൻസ്. അവർക്ക് ഫ്രീഡം കൊടുത്ത് നിങ്ങൾ കളിച്ചോളൂ, ഞാൻ അതിനുള്ള ഡിഫൻസ് സെറ്റപ്പ് ഉണ്ടാക്കി തരാം എന്നുള്ള പരിപാടി അല്ലേ? Carlo ഒരു traditional coach ആണ്, but like I said, he was always blessed with superstars. If you go to AC Milan or Real Madrid, he basically was blessed with players that could probably change the game. I mean, Evertonലെ ഒരു ചെറിയ സ്പെൽ ഒഴിച്ചിട്ട് he has been always had players. പിന്നെ ഒരു ബ്രസീലിന്റെ we are all spoiled. Brazil always had those number 9, those magical players that was just mesmerizing, like Romario, Bebeto, Ronaldo, Ronaldinho, Rivaldo. I mean, they just were Samba. Brazil was one of those teams that basically could play both physical and technical at a very high level. Not even Argentina. Nobody from South America could match Brazil. I mean, like, they were the only team that could play both technical and physical. Usually, if you are a football team, you are either technical like Spain or you're basically physical.
ബ്രസീൽ ഹാഡ് ദാറ്റ് കൈൻഡ് ഓഫ് എ നാക്ക്. അതാണ് നമ്മൾ കണ്ടു വളർന്നത്. പക്ഷെ ഞാൻ ഐ ജസ്റ്റ് റീഡ് ദിസ് ലൈനപ്പ് ഫോർ യു. ബ്രസീൽ, ഓക്കെ, ക്രിസ് സ്റ്റക്കായോ എനിക്ക് തോന്നുന്നില്ല. ക്യാൻ യു സ്റ്റക്കായെന്ന് തോന്നുന്നു. Okay, so this Brazil team, okay, they substitute Danilo. I don't know what, I have never seen him play. Fabinho, we sold him 5 years ago. Kuna is still a decent player. Henrique, I have never seen him play actually. Danilo, I just don't know what he does. Pereira, Alexandro, City sold him ages back. Ryan is a winger. Ederson, the only midfielder that should have started. Endrick, winger. Bremer, no idea. Martinelli, sprinter. Ederson, goalkeeper. Weverett, and I don't know what he is. So I don't really consider them as a favorite. Honestly, sorry to offend the Brazil fan, but they are really not favorite with that team. They'll probably get to pre-quarter final at the very best, and that's all. Pinna innalta match, like players in a maatralla, I think tactical setup valare mosamayirunnu. You are pairing Casemiro with Guimaraes, who neither cannot pass a football. Okay, they are positionally very poor. They have no discipline. They just are not really. Casemiro ke football നിർത്തിയത് 5 വർഷമായി actually. Madrid shipped him when he was in his last leg. Okay, and then United bought him, and then basically that's where it is. He is at least 30 minutes slower for every tackle. So that's his kind of a range. Guimaraes is basically a yellow card in the making. Every time he makes something, he gets a card. Premier League, neither cannot pass a football. Paqueta got relegated from West Ham. Rafinha is basically, I have never understood what his actual role is basically. It's just tricks and flicks, nothing more. So basically, they are relying on Vinicius. That's it. You have to have that moment of magic for somebody to score. But this Morocco is not also not blessed with superstars. They just played a very tactical football. I mean, they just dominated that midfield, crowded, and the transition was excellent for Morocco. They basically moved the ball so quick. They made Brazil look like snails. ആ പേസിലാണ് ബ്രസീൽ കളിക്കുന്നത്. മൊറോക്കോ വാസ് ലൈക്ക് 2 ലെവൽ മുകളിലാണ് അവരുടെ മൂവ്മെന്റ്. അവരുടെ 18-year-old Baudadi, I don't know what this guy, that kid was busy, what is 18, he's 19 years old. He was running rings around Guimaraes and Casemiro. He was absolutely running rings around. So Ancelotti got at everything wrong from the beginning. Like I said, he underestimated Morocco. He actually thought they'll just roll over for them. And that's what the thing was. It also showcased how crap is Marquinhos basically. And they also had no idea. First goal, it's where Casemiro should be playing as a holding midfielder. You're just not there. Simple pass from Morocco and a half on the ball on there. Split both the centre back. They basically are no man's land. Ali came, I think Ali was too quick off his line. അങ്ങനെയാണ് ഗോൾ വന്നത്. പിന്നെ ഇതിൽ കുറെ ആൾക്കാർ മിസ്ഫിറ്റ് ആണ്. ദേ ഓൾ ഫ്രം റെലഗേറ്റഡ് ടീംസ് ആക്ച്വലി. അതാണ് വേറൊരു പ്രശ്നം. ഈ ബ്രസീൽ ടീമിൽ ഇന്നലെ കളിച്ച പല ആൾക്കാരും ഒരു നോർമൽ ടോപ്പ് 3 ലീഗ് കളിക്കുന്ന ക്ലബിൽ കയറുകയില്ല. ആരും ഒരാളും കയറും തോന്നില്ല. അതാണ് വേറൊരു പ്രശ്നം. അത് പ്ലേയേഴ്സ് ഇല്ല. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കുന്നതെങ്കിൽ ഇറ്റ്സ് എന്താ പറയാ, വളരെ മോശമാണ്. യു ആർ സബ്ബിങ് കാസമിറോ വിത്ത് ഫാബിന്യോ. I mean, that's the level. That's it. That's all you got. For the entire tournament, they have to either play Casemiro or Fabinho. They have to live with it. I said, of course, Fabinho was okay, but he can only play 40 minutes. That's all. His leg was gone. We shipped him 6 years ago. 6 വർഷം മുന്നേ നമ്മൾ ക്ലബ്ബ് ഒഴിവാക്കിയതാണ്. ബിക്കോസ് he had no legs. അതാണ് ആഞ്ചലോട്ടിയുടെ ആകില തുരുപ്പ്. അതിൽ കളിക്കേണ്ട ഒരു ചങ്ങായി എഡേഴ്സൺ ആയിരുന്നു ഫ്രം അറ്റലാന്റ. ദാറ്റ് ഗൈ. ഓക്കെ, അയാളെ കളിപ്പിച്ചതുമില്ല. അയാളായിരുന്നു കളിക്കേണ്ടിയിരുന്നത്, കളിപ്പിച്ചതുമില്ല. സോ ബട്ട് ഐ തിങ്ക് ആസ് എക്സ്പീരിയൻസ് ആഞ്ചലോട്ടി ഈസ്, ഹി വിൽ ലേൺ ഫ്രം ദാറ്റ്. ഇഫ് ഐ ബിലീവ് ഹി വിൽ പ്രോബ്ലി വിൻ. പക്ഷെ ഇതിൽ ഫേവറേറ്റ്സ് പോഡ്കാസ്റ്റിൽ നമ്മൾ ചെയ്യുമ്പോ നമ്മൾ പറഞ്ഞൊരു കാര്യം, ബ്രസീലിന്റെ സ്റ്റാർ ആഞ്ചലോട്ടിയാണ്. അവിടെയാണ് ഹി ഇസ് എ സീരിയൽ വിന്നർ. ഹി ക്യാൻ വിൻ ടൂർണമെന്റ്സ് and he knows how to do it. ഈ ഈഗോസിനെ മാനേജ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. സ്വരൂപിന് എന്താ തോന്നുന്നത്? ആൻചലോട്ടിക്ക് പറ്റിയ തെറ്റാണോ മൊറോക്കോന്റെ കൂടെ ആ ലൈനപ്പും ടാക്ടിക്സും? കാരണം ആൻചലോട്ടി ഹാസ് ടു ഗെറ്റ് റൈറ്റ്. എന്നാലേ ബ്രസീൽ എന്തെങ്കിലും ഈ വേൾഡ് കപ്പിൽ ചെയ്യാൻ പറ്റും. അത് ടീം സെലക്ഷനിൽ തന്നെയുള്ള ഇപ്പൊ സ്റ്റാർട്ടിംഗ് ലെവലിൽ തന്നെ പറയാം. ഇപ്പോ ഈ ഫസ്റ്റ് ഗോളിന്റെ സിറ്റുവേഷൻ പറയാം. അവർക്ക് റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കുന്ന ഒരു സെൻട്രൽ ബാക്ക് ആയിരുന്നു.
അപ്പൊ ഡിഫെൻസീവായിട്ട് കളിക്കാനാണെങ്കിൽ അയാൾ ആ പ്രദേശത്തില്ല. അയാൾ ഫ്രണ്ടിലേക്ക് പോയിട്ട് എന്താ കാട്ടിയെന്ന് നമുക്കറിയാം. അയാളൊന്നും കാണിച്ചിട്ടുമില്ല. അയാൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബോൾ ലൂസ്, ഈവൻ എൻഡയർ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ട് ഇല്ലാത്തോണ്ടുണ്ടല്ലോ, വിട്ട് ഇല്ലാത്തോണ്ട് ബ്രസീൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ഇപ്പൊ സെൻട്രൽ ബാക്സിന്റെ മിസ്റ്റേക്സ് എന്ന് പറയാം രണ്ടും. ഇപ്പൊ ഞാൻ ഹാരി പറഞ്ഞതിന് എതിരായിട്ട് പറയാം, സെൻട്രൽ ബാക്സ് രണ്ടും ടോപ്പ് ക്ലാസ് സെൻട്രൽ ബാക്സ് ആണ്. UCL ഫൈനലിൽ കളിച്ച 2 സെൻട്രൽ ബാക്സ് ആണ്, ഒരു വിന്നറാണ്. രണ്ടും നല്ല എക്സ്പീരിയൻസ്ഡ് സെൻട്രൽ ബാക്സ് ആണ്. ബട്ട് ഇവിടെ ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ടർ വന്ന സമയത്ത് ഈ പറയുന്ന മിഡ്ഫീൽഡിന് എന്താ പേസ് ഇല്ല, ലെഗ്സ് ഇല്ല. അപ്പൊ വിങ് ബാക്സും ആ പരിസരത്തില്ല. ഫുൾ ബാക്സ് ഈതർ ഫുൾ ബാക്ക് ആവണം അല്ലെങ്കിൽ വിങ് ബാക്ക് ആവണം. രണ്ടും ഇല്ലാത്ത ഒരു സെൻട്രൽ ബാക്കിനെ ഇട്ടിട്ട് അവിടെയും കളിക്കാൻ പറ്റില്ല, ഇവിടെയും കളിക്കാനില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ കളിക്കുമ്പോ സെൻട്രൽ ബാക്സ് എങ്ങനെ പോയിക്കാലും ഇത്തിരി വൈഡർ ആവണം ആ സ്പേസ് കവർ ചെയ്യാനായിട്ട്. ആ സെൻട്രൽ സ്പേസ് കൂടിയാണ് അവർ കയറി വന്നത്. മീൻസ് അവിടെയാണ് ഫസ്റ്റത്തെ ഗോള് വന്നത്. അത് കഴിഞ്ഞിട്ട് ആൻസിലോട്ടി കണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നേരെ കസമറോനെ മാറ്റി. ബട്ട് ബെഞ്ചിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാബിനോ, എക്സ്പീരിയൻസ് ഉള്ള ഫാബിനോ ഉള്ളൂ. ബട്ട് ഞാൻ പോസിറ്റീവായിട്ട് കാര്യം പറയണത് എന്താ വെച്ചാൽ ഫാബിനോ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അയാൾ ഒരുപാട് റൺ മേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊറോക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലൂയിഡ് ആയിട്ടാണ് കളിച്ചിരുന്നത് മിഡ്ഫീൽഡിൽ. അവർക്ക് ഗോൾ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്, മൂവ് റണ്ണാണ്. ഇവരെ പിടിക്കാൻ പറ്റില്ലായിരുന്നു. ആ രീതിയിൽ അവര് ഓടി പോകുമ്പോ കസമേറോനെ കൊണ്ട് 2 സ്റ്റെപ്പ് പോലും അയാളുടെ നിന്ന് ബോൾ പോയി കഴിഞ്ഞാൽ അയാള് തിരിഞ്ഞ് എണീക്കുള്ളൂ. എണീക്കുമ്പോഴേക്കും ഹാഫ് കിടന്നുണ്ടാവും ബോൾ. ആ സിറ്റുവേഷനായിരുന്നു. ഫാബിനോ വന്നു കഴിഞ്ഞപ്പോ ഒരുപാട് സ്പേസ് കവർ ചെയ്തായിരുന്നു, റൺ മേക്ക് ചെയ്തായിരുന്നു സ്പേസിലേക്ക്. സ്വരൂപ്, എനിക്ക് ചോദിക്കാനുള്ളത് സ്വരൂപിനോട് തന്നെയാണ്. ഫാബിനിയോ അല്ലെങ്കിൽ കാസമിറോ എന്ന് പറഞ്ഞു, ഈ രണ്ടുപേരും ആവശ്യമുണ്ടോ? ബ്രൂണോ ഗിമറേഷ് ഒരു കളിക്കുന്ന പൊസിഷൻ, ഈ ക്യാൻ പ്ലേ ദറ്റ് ഹോൾഡിംഗ് റോൾ. നോ, ഈ വയസ്സന്മാരുടെ ഒരാളെ കളിപ്പിച്ചേ പറ്റൂ എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ബ്രസീൽ ക്യാൻ ഗോ ലിറ്റിൽ മോർ അറ്റാക്കിംഗ്, ബ്രൂണോ ഗിമറേഷ് നമ്പർ 6 വെച്ചിട്ട്. ഈ കാര്യം ഹാരി പറഞ്ഞത് ഞാൻ യോജിക്കുന്നു. യങ് നല്ല കാലിബർ ഉള്ള മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്. ഈ കസമേറോനെ പോലെ ഒരാളെ എടുക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് മീൻസ് ആസ് എ സ്ക്വാഡില് ബാക്കപ്പ് ആയിട്ട് അല്ലെങ്കിൽ പ്ലേയേഴ്സിന് ഒരു എക്സ്പീരിയൻസ് പകർന്നു കൊടുക്കാനായിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ട് യൂസ് ചെയ്യാം. ബട്ട് ഹാരി പറഞ്ഞ പോലെ തന്നെ അയാളുടെ പീക്ക് കഴിഞ്ഞിട്ട് കുറച്ച് കാലായി. അയാൾക്ക് ലെഗ്സ് ഇല്ല. ഈ മൊറോക്കോന്റെ അടുത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലെയറിനെ കളിപ്പിക്കുന്നതില് മീൻസ് നമ്മള് കളി കഴിഞ്ഞിട്ട് പറയണതിൽ അർത്ഥമില്ല. ബട്ട് എന്നാലും പറയാണ്, അത് കോപ്പപ്പ് ചെയ്യാൻ ഒട്ടും പറ്റില്ല. മൊറോക്കോന്റെ അറ്റാക്കല്ല മിഡ്ഫീൽഡിനെ ഒട്ടും. 18 വയസ്സുള്ള പയ്യനാണ് ആ ബ്രൂണോ ഗിമറേസിനെയും കസമിറോനെയും സൈഡാക്കിയത്. അപ്പൊ തന്നെ അല്ല, അതെനിക്ക് ചോദിക്കാനുള്ളത് സുദീപിനോട്. അതായത് കസമിറോ, ഗിമേരേഷ്, പെക്വേട്ട 3 പേരും കളിച്ചു. ബ്രൂണോ ഗിമേരേഷ് ക്യാൻ പ്ലേ DM, പെക്വേട്ട കളിക്കട്ടെ. അതിന് പകരം ഒരു നല്ലൊരു നമ്പർ 10 അല്ലെങ്കിൽ കുഞ്ഞ പ്ലേ നമ്പർ 10. ബ്രൂണോവും പെക്വേറ്റയും മിഡ്ഫീൽഡ് കളിച്ചിട്ട് കുഞ്ഞ കുറച്ചും കൂടി ഒരു അറ്റാക്കിംഗ് ഇമ്പറ്റസ് വരുമായിരുന്നില്ല കളിയിൽ. സുദീപിനെ തോന്നുന്നത് അതുകൊണ്ട് അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങനത്തെ 3 മിഡ്ഫീൽഡേഴ്സ് അവിടെ കളിക്കുമ്പോൾ വിഡ്ത്തില് നമ്മളെപ്പോഴും ബ്രസീലിനെ നോക്കുമ്പോ വിങ് ബാക്സ്, ഇതുപോലെ നമ്പർ 9സിന്റെ കാര്യം പറയണ പോലെ വിങ് ബാക്സ്, ഫുൾ ബാക്സ് എപ്പോഴും വിഡ്ത്ത് കയറ്റി അവര് കയറി നിൽക്കുന്നുണ്ടാവും. ആ സമയത്താണ് റൊണാൾഡീഞ്ഞോ ഉള്ളിലേക്ക് കയറി ഷൂട്ട് ചെയ്യുന്നതും ഒക്കെ അവര് സപ്പോർട്ട് ചെയ്ത് അവിടെ ഉണ്ടാവും. പക്ഷെ ഈ മിഡ്ഫീൽഡേഴ്സ് അവിടെ നിൽക്കുന്നു, അതുപോലെ ഡിഫെൻസീവായിട്ട് ഈ ഫുൾ ബാക്സും അങ്ങനെ അറ്റാക്ക് ചെയ്ത് ബോക്സിലേക്ക് കയറുന്നതോ ക്രോസ് ഇടുന്നതോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇവരുടെ മറ്റേ വെസ്ലി ഇഞ്ചേർഡ് ആയത് വലിയൊരു മിസ്സായി പോയിരിക്കുന്നത് ബ്രസീലിന്. വെസ്ലിയെ കേന്ദ്രീകരിച്ചായിരുന്നു കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നതെന്ന് തോന്നുന്നു. നമ്മൾ ആൻസിലോട്ടിയുടെ ടീംസ് എടുത്ത് നോക്കിയാൽ അറിയാം, വിങ് ബാക്സ് നന്നായിട്ട് അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന രീതിയിലൊക്കെ കളിക്കാറുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ല. വിങ് ബാക്സ് ഇല്ല, നമ്പർ 9 ഇല്ല. ആകെ ഒരു പ്രതീക്ഷ വിനിയാണ്. വിനിയുടെ മാജിക്കില് ഗോള് വീണ് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും, അതാണ് സംഭവിച്ചത് കഴിഞ്ഞ ദിവസം ഈ മാച്ചിൽ അതാണ് ഉണ്ടായത്. ബ്രസീലിന് ആ ഒരു ചാൻസ് വിനിക്ക് കിട്ടി, അത് ഗോളാക്കി മാറ്റി. അതുപോലെ ആ നമ്പർ 10 പൊസിഷനില് നെയ്മാർ ഇഞ്ചറി ആയത് വലിയൊരു അടിയായി പോയി ബ്രസീലിന്. കാരണം നെയ്മാറിന്റെ പോലൊരു പ്ലെയർ അവിടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് നമ്പർ 10 പൊസിഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ അത്
അത് ഭയങ്കര രസമായേനെ, അവരുടെ കളി തന്നെ മാറ്റിയേനെ. പക്ഷെ നെയ്മാർ ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞാൽ വരും എന്ന് കേൾക്കുന്നത്. നെയ്മാർ അത്യാവശ്യമാണ് ഈ ടീമിന്. നെയ്മാർ വന്നു കഴിഞ്ഞാല് ബ്രസീലിന് ആ ഒരു സ്പാർക്ക്, ഒരു ക്രിയേറ്റീവ് സ്പാർക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വിനിക്ക് മാത്രം എല്ലാം കൊണ്ട് അത് ബ്രസീലിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നണില്ല. അപ്പോ നെയ്മാർ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം എന്നായിരിക്കും ബ്രസീലിയൻ ഫാൻസിന്റെ ഒരു പ്രതീക്ഷ. യെസ്, ഈ മാച്ചിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ഒരു ബ്രസീൽ ഫാൻസോട് പറയുന്നതാണ്, കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീന ഫസ്റ്റ് കളി മറ്റേ തോറ്റു സൗദിനോട്, പിന്നെ വേൾഡ് കപ്പ് അടിച്ചു. നമ്മള് ഈ മാച്ചിനെ കുറിച്ചാ പറയുന്നത്, ബ്രസീലിന്റെ ഇതിനെ കുറിച്ചൊന്നുമല്ല. ഹാരി, യെസ് പറ. ഐ കൻ ആഡ് എ ഫ്യൂ. ഐ തിങ്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സ്വരൂപ് പറഞ്ഞതിനോട് യോജിക്കുന്നു, സുദീപ് പറഞ്ഞതിനോട് യോജിക്കുന്നു. പക്ഷെ ക്രിസ്തു പറഞ്ഞതും ശരിയാണ്. ഐ തിങ്ക് ഐ വുഡ് ഹാവ് പെയർഡ് എഡർസൺ ഫ്രം അറ്റ്ലാന്റ വിത്ത് ഗുമരഷ്, ബിക്കോസ് യു നീഡ് എൻ എൻജിൻ. You immediately miss that engine. You don't need to play two defensive midfielders. But Ancelotti always played a classic 4-4-2. That's how he operates. Whether he has a striker or not, it's a different ball game. But he always preferred a 4-4-2 with wide midfielders and ഒരു ടക്കാക്കിട്ട് കളിക്കാൻ ആഗ്രഹിക്കുന്ന. He likes to frustrate teams basically. 4-4-2 പറഞ്ഞാൽ you will cover maximum ground from midfield and back. അതാണ് അയാളൊരു natural kind of കളി. പക്ഷെ I was disappointed that he did not bring Ederson for Casemiro. You drop Guimaraes in the holding role and give Ederson the license to basically run, but you also need to take out Paqueta. പക്ഷെ അങ്ങനെ കളിക്കണമായിരുന്നു. ഈ ഫുൾ ബാക്ക് അവർക്ക് ഇല്ല. I don't really recognize any of their full back, to be honest. I just don't see any hype in their full back. പിന്നെ സ്വീപ്പർ അലി ഈസ് എ വെരി ഗുഡ് സ്വീപ്പർ കീപ്പർ. അങ്ങനെയാണെങ്കിൽ അയാളെ യൂട്ടിലൈസ് ചെയ്തിട്ടും കളിക്കണം. ഈ ക്യാൻ ഓൾസോ പ്ലേ ആസ് എ തേർഡ് സെന്റർ ബാക്ക്. അതും കളിച്ചില്ല ബേസിക്കലി, അങ്ങനെ ഒരു കളിയും കളിച്ചില്ല. ബിക്കോസ് ഈ ഗാബ്രിയലും മാർക്കിനോസും ബേസിക്കലി നോട്ട് റിയലി കംഫർട്ടബിൾ വിത്ത് ദ ബോൾ. നോട്ട് റിയലി വാൻ ഡൈക്സ് ഓർ സം കൈൻഡ് ദാറ്റ്. അവരത്ര കംഫർട്ടബിൾ അതെ, നോ നോൺസെൻസ് ഡിഫൻഡേഴ്സ് ആണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞതിനോട് ഒരു കാര്യം ഞാൻ സുദീപ് പറഞ്ഞതിനോട് വിയോജിക്കുന്ന വെച്ചാൽ, നെയ്മാർ ഇതിലൊരു മിസ്ഫിറ്റാണ്. അയാൾ ലെഫ്റ്റ് വിംഗറാണ് ലിറ്ററലി. ഓക്കെ, ഇഫ് യു ബ്രിങ്ങിങ് ഹിം ദെൻ ദർ ഇസ് നോ സ്പേസ് ഓഫ് വിനീഷ്യസ്. ഹി ലൈക്സ് ടു കം ഫ്രം ലെഫ്റ്റ് ആൻഡ് കട്ട്. അങ്ങനെയാണ് അയാളൊരു കളി. അയാൾക്ക് വേറെ കളിക്കാൻ പറ്റില്ല. യു ക്യാൻ പ്ലേ ഹിം ആസ് എ ഫോൾസ് നയൻ, ബട്ട് ദാറ്റ് വിൽ ബി ജസ്റ്റ് ലൈക്ക് ഓൺ റെപ്യൂട്ടേഷൻ. അയാളൊരു സ്ട്രൈക്കറും അല്ല. അത് എംബാപ്പേനെ സ്ട്രൈക്കർ കളിപ്പിക്കുന്ന പോലെയാണ്. അതന്നെയും ഫ്രാൻസും ചെയ്യാൻ പോകുന്നത്. നെയ്മാർ കളിക്കുന്നുണ്ടെങ്കിൽ you have to drop Vinicius. If you, I mean, Ancelotti believes in a very tactical kind of എനിക്ക് തോന്നുന്നു ഇതിപ്പോ ഒന്നെങ്കിലും റെപ്യൂട്ടേഷൻ നമ്മൾ രണ്ടാളും കളിപ്പിക്കുന്നുണ്ട്. പക്ഷെ എനിക്കറിയില്ല എങ്ങനെ കളിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അതൊരു മിസ്ഫിറ്റ് ആണ്. ജെനുവൻലി ലൈക്ക് എ റൈറ്റ് വിംഗർ. ദേ ഡോണ്ട് ഹാവ്. മാർട്ടിനെല്ലിനെ ഒരു പരിധി വരെ, മാർട്ടിനെല്ലി ലെഫ്റ്റ് വിംഗർ ആണ്, വേറെ അയാളും ലെഫ്റ്റ് വിംഗർ ആണ്. എസ്റ്റാവോ ആണ് റൈറ്റ് കളിക്കേണ്ടിരുന്നത്, റാഫീനയ്ക്ക് വേറെ. ഇഫ് യു ആർ ഗോയിങ് ടു പ്ലേ വിത്ത് 4-3-3 or something like that, you had to play, അല്ല എസ്റ്റാവോ അല്ലെങ്കിൽ എൻട്രിക്കാണ് റൈറ്റ് കളിപ്പിക്കേണ്ടത്. പിന്നെ കൂൻഹേന യൂഷ്വലി, കൂനെ ഒരു ട്രഡീഷണൽ നമ്പർ 9 അല്ല. ഈസ് മോർ ഓഫ് എ സ്ട്രൈക്കർ. ഈസ് നോട്ട് എ പോച്ചർ. ഈ ബേസിക്കലി ക്യാൻ ഡ്രോപ്പ്, ഹി ക്യാൻ പ്രോബ്ലി പ്ലേ ഇൻ ദ ലിങ്ക്. സോ അങ്ങനെ കളിപ്പിക്കാം. പക്ഷെ നെയ്മാർ വന്നാൽ ബ്രസീൽ ഫാൻസ് തുള്ളാച്ച് നെയ്മാറിനെ കാണാനേ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല അത് അയാളെ ഒരു 4-4-2 അല്ലാണ്ടാവും ബേസിക്കലി. പിന്നെ 4-3-3 കളിക്കാൻ പറ്റില്ല. I don't know how you're going to fit both Neymar and Vinicius in the same team. I can't. അതാണ് ആൻസലോട്ടിയുടെ ചോദ്യമല്ലേ, ഈ നെയ്മാറിനെ സ്ക്വാഡിൽ എടുത്തത് എങ്ങനെ? എനിക്ക് ഓർമ്മ വരുന്നത് ഇംഗ്ലണ്ടിൽ പണ്ട് വോൾക്കോട്ടിനെ കൊണ്ടുപോയ പോലെ, ആരാ നമ്മുടെ കപ്പെല്ലോ, എങ്ങനെയാണ് നെയ്മാറിനെ കളിപ്പിക്കുക? ഒന്നാമത് ഫിറ്റ് ആവണം. സോ ബേസിക്കലി അടുത്ത മാച്ച് ഉണ്ടോന്ന് അറിയില്ല. ഇറ്റ്സ് എ ടഫ് ക്വസ്റ്റ്യൻ. എന്താണ് ഓബിൻ, എന്താണ് പറയാനുള്ളത്? ബ്രസീൽ നമ്മളിപ്പോ കുറെ ഡിസ്കസ് ചെയ്തു. ഇറ്റ്സ് മോർ അബൌട്ട് ജസ്റ്റ് വിന്നിങ് ഇറ്റ്. ഇവര് എങ്ങനെയും കളി ജയിപ്പിക്കാന്നല്ല. സോ ഇഫ് യു ക്യാൻ ഗെറ്റ് ആസ് മെനി സ്റ്റാർസ് ആസ് പോസിബിൾ, പ്രോബബ്ലി നെയ്മറിനെ നമ്പർ 10 ആയിട്ട് കളിപ്പിക്കുമായിരിക്കും. കാരണം അതിനുള്ള ലെഗ്സ് ഇല്ല. എന്താ ലെഫ്റ്റ് വിങ്ങില് ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള ഇഞ്ചുറി, റൈറ്റ് നൗ ഇഞ്ചുറി ആണ്. ഇഞ്ചുറി കഴിഞ്ഞ് വന്നാലും ഫുൾ ഫിറ്റ്നസിലേക്ക് എത്തൂല. സോ പ്രോബബ്ലി പ്ലേ അറ്റ് 10 വേർ ഹി ഈസ് ഗിവൺ ഫ്രീ റോൾ. ഓക്കെ, പറ്റുന്നത്ര ചെയ്യും, ബാക്കി ഡിഫൻസീവ് നമ്മൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഒരു ഫ്രീ റോൾ കൊടുത്തിട്ട് എങ്ങനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതായിരിക്കും കൂടിപ്പോയ പ്ലാൻ. ബട്ട് അത്രയൊക്കെ പറയുമ്പോ പോലും ഹൗ മച്ച് എവർ ബ്രസീൽ കുഡിൻ ഡു. അതിലധികം മൊണാക്കോ ആക്ച്വലി വാസ് എ വെരി ഏബിൾ ഒപ്പോസിഷൻ. ഗണേഷ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ വാദോരാതെ പറഞ്ഞേനെ അയ്യൂബ് വാദി, ഇമ്മെൻസ് പ്ലെയർ. ഇപ്പം നമ്മൾ ബ്രസീലിന്റെ മിഡ്ഫീൽഡ് പറയുന്നല്ലോ, ബ്രൂണോ ആയാലും കെസമീറോ ആയാലും പെക്വറ്റ ആയാലും എന്നൊക്കെ പറഞ്ഞത്.
what they really would like to have is Buadi in the team. ആ ഒരു Buadi sitting with either a Bruno, either a Casemiro or a Fabinho, ഒരാൾ with Buadi in there, Brazil can be good. അത്രക്കും നല്ല ഒരു വേ ഓഫ് പ്ലേയിങ് വേ ആണ് മൊണാക്കോ ചെയ്തത്. അവരെ സംബന്ധിച്ചോളം they got a player who is the superstar, next superstar. ഈ ഒരു വേൾഡ് കപ്പ് കഴിഞ്ഞാൽ മിക്കവാറും ഒരു $60-70 million എവിടെയെങ്കിലും പോവായിരിക്കും. And that for a deep lying midfielder, it's a great recognition. അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മൊറോക്കോ പ്രോബബ്ലി കഴിഞ്ഞ പ്രാവശ്യം സെമി ഫൈനലായിരുന്നു. They can even actually do that this year as well. അവര് 4, 5, 6 ഗോൾ അടിക്കാനൊന്നും പോകുന്നില്ല. ബട്ട് മേ ബി 1 ഗോൾ 2 ഗോൾ അടിച്ചാൽ ഇറ്റ് ഷുഡ് മൂവ് ഓൺ ഫോർ ടു ദ നെക്സ്റ്റ് സ്റ്റേജസ്. അവർക്ക് അതിനുള്ള സ്ക്വാഡ് ഉണ്ട്. അതെ, അതാണ് ഈ മൊറോക്കോന്റെ കാര്യം. നമ്മള് ശരിക്കും ഫേവറേറ്റ്സ് ചെയ്തപ്പോ അതില് ഒരെണ്ണം ഉൾപ്പെടുത്തേണ്ടതായിരുന്നു ആക്ച്വലി മൊറോക്കോന്റെ. കാരണം അത്ര ഹൈ ആണ് ഇപ്പൊ അവരുടെ ഫിഫ റാങ്കിങ് ഒക്കെ. അതനുസരിച്ചുള്ള പ്ലേ തന്നെയാണ് അവർ കളിച്ചത് ഈ വേൾഡ് കപ്പിൽ. ബ്രസീലിന്റെ പോലെ ഒരു പേര്, ടീമല്ല ഞാൻ പറയുന്നത്, ബ്രസീൽ എന്ന് പറഞ്ഞ പേര്, ആ പേര് വേൾഡ് കപ്പിൽ കാണുമ്പോ തന്നെ എല്ലാവർക്കും പേടി. അങ്ങനെയുള്ള ഒരു ടീമിന്റെ അടുത്ത് അവര് ഡോമിനേറ്റ് ചെയ്തു, ഫുൾ മാച്ച് ഡോമിനേറ്റ് ചെയ്ത് മിഡ്ഫീൽഡില് എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സിനെ ഒക്കെ ഡോമിനേറ്റ് ചെയ്തിട്ട് അവർ ജയിച്ചു. മാത്രല്ല മിഡ്ഫീൽഡേഴ്സ് മാത്രല്ല, മാർക്കിനോസും ഗബ്രിയേലും, ആ 2 ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിൽ ഫൈനലിൽ കളിച്ച 2 ടീമിലെ ഡിഫൻഡേഴ്സാണ്. അവരെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടാണ് ബ്രഹീം ഡിയാസിന്റെ ആ കിടിലം പാസ്. 2 പേര് ഡിഫൻഡേഴ്സ് അത്രയധികം സ്പേസ് കൊടുത്തു എന്നുള്ളതാണ് ഈ ബ്രഹീം ഡിയാസിന് പാസ് ചെയ്യാൻ പാകത്തിന്. അപ്പോൾ സ്ട്രൈക്കർ അതിന്റെ ഇടയിൽ കൂടെ ക്ലിയർ ആയിട്ട് ആൾക്ക് പുഷ് ചെയ്ത് മാറ്റേണ്ടി പോലും വന്നില്ല. അങ്ങനെ സുഖമായിട്ട് കയറിപ്പോയി നല്ല കിടിലൻ ഒരു ഫിനിഷ് മാലിസിനെതിരെ. അപ്പോ അവർക്ക് ആ ക്വാളിറ്റി, പെട്ടെന്ന് ട്രാൻസിഷൻ ചേഞ്ച് ചെയ്യാനുള്ള അതിനുള്ള ക്വാളിറ്റി അവർക്ക് ഉണ്ടെന്നുള്ളത് കണ്ടു. ഹക്കീമി വിനി അവിടെ ആ പൊസിഷനിൽ കളിച്ചിട്ടും വളരെ കൂളായിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കയറി പോകുന്നതും, പിന്നെ ഈ പ്രസ് എത്ര ഈ ബൗദാദി പ്രസ് ചെയ്യാനും പറ്റില്ല, അങ്ങനെയുള്ള പ്ലെയർ ആണ്. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഈസി ആയിട്ട് അപ്പ പാസ് കിട്ടുന്നു. അപ്പൊ അങ്ങനെ യങ് എക്സ്പീരിയൻസ് പ്ലേയേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ വളരെ നല്ലതാണ്. മൊറോക്കോ എന്തായാലും ഈ തവണയും മൊറോക്കോ നല്ല രീതിയിൽ കയറി പോകുന്നുള്ള ഇതില് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും മൊറോക്കോന്റെ ഫാൻസും ഇപ്പൊ കുറെ പേര് കയറി വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള രീതിയിലാണ് അവർ കളിക്കുന്നത്. അല്ല, എനിക്ക് തോന്നുന്നത് എന്തായാലും ബ്രസീലിനെ നമ്മൾ ഇത്രയും ക്രിട്ടിക്കലായി ചർച്ച ചെയ്യുന്നത് ബ്രസീൽ ആയതുകൊണ്ടാണ്, വേൾഡ് കപ്പ് ഫേവറേറ്റ് ആയതുകൊണ്ടാണ്. എനിവേ എന്തായാലും 1 പോയിന്റ് കിട്ടി. ഇനിയിപ്പം 2 മാച്ച് ഉണ്ട്. എല്ലാവരും കണക്ക് 4 പോയിന്റ് കിട്ടിയാൽ അടുത്ത റൗണ്ടിലേക്ക് പോവാം. ബ്രസീൽ വിൽ ക്വാളിഫൈ, അതിൽ സംശയമില്ല. നോക്കാം, അടുത്ത ബ്രസീലിന്റെ മാച്ച് വരുമ്പോഴേക്കും ഈ പോയിന്റ്സ് ഒക്കെ ആൻസലോട്ടി കറക്റ്റ് ചെയ്യായിരിക്കും. ആൻസലോട്ടി ആണ് ബ്രസീലിന്റെ കീ. സോ ലെറ്റ്സ് സീ ദാറ്റ്. നമുക്കിനി പറയാനുള്ളതായിരിക്കും ഈ വേൾഡ് കപ്പിൽ ഏറ്റവും വലിയ അപ്സെറ്റ് ആണ് ശരിക്കും. നമ്മൾ ഒരു ഡാർക്ക് ഹോഴ്സ് ആയിട്ട് കണക്കാക്കിയ തുർക്കി, നമ്മൾ ഒരു ഹോർസുമായി കണക്കാക്കാത്ത ഓസ്ട്രേലിയ. അപ്പോ തുർക്കിയെ തോപ്പിച്ചുകൊണ്ട് ഓസ്ട്രേലിയ ഒരു സർപ്രൈസിങ് റിസൾട്ട്, ഒരു എന്താ പറയാ, ഇറ്റ് വാസ് എ ഗെയിം ഓഫ് അറ്റാക്ക് വേഴ്സസ് ഡിഫൻസ് അല്ലേ, ആൻഡ് ഡിഫൻസ് വൺ. ഡാർക്ക് ഹോഴ്സിനെതിരെ കങ്കാരു അല്ലെ, ഡാർക്ക് ഹോഴ്സിനെ മതടിച്ച് കങ്കാരു അല്ലേ, സുദീപിന്റെ വിജയം. അതെ, തുർക്കിയെ സംബന്ധിച്ചോളം നമ്മള് തുർക്കിനെ ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞ അതേ സാധനമാണ്. ദേ പ്ലേ അറ്റാക്കിംഗ് ഫുട്ബോൾ. അതിനുള്ള പ്ലേയേഴ്സ് അവർക്ക് ഉണ്ട്. പാസിംഗ് ത്രൂ ദ ലൈൻസ്, ക്ലോസ് കൺട്രോൾ ഒക്കെ ഉണ്ട്. ഓസ്ട്രേലിയ വെരി സിമ്പിൾ തിങ് ദാറ്റ് ഇനി ഒരു ചെറിയൊരു ടീം ചെയ്യുന്ന ആ ടൂർണമെന്റ് സ്റ്റഫില് ഞങ്ങള് ഇവിടെ നിൽക്കും. അതായത് 4, 5, 6 ആൾക്കാരെ ബാക്കിൽ നിൽക്കും. ഞങ്ങൾ ഇവിടെ എന്താ അടിക്കുന്ന എല്ലാ ഷോട്ടും ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും. തിരിച്ചൊരു കൗണ്ടർ കിട്ടിയാൽ ഞങ്ങൾ അടിക്കും. ഈ ഒരു സെറ്റപ്പിലാണ് അവർ വന്നത്. ആൻഡ് ദേ പ്ലേ ടു പെർഫെക്ഷൻ. ആ ഗോൾ വന്നത് തന്നെ നോക്കുകയാണെങ്കിൽ ആർഡ ഗുള്ളറിന്റെ ഒരു ലോങ് റേഞ്ച് ഷോട്ട് ഗോൾ കീപ്പർ സേവ് ചെയ്ത് മുന്നോട്ട് നോക്കിയപ്പോ ഒരു പാസ് ഇട്ട് കൊടുത്ത് അവൻ തലപൊന്തിച്ചപ്പോ കാണുന്നത് ഓക്കെ ഡിഫൻസിൽ സ്ഥലം കാണുന്നുണ്ട്, ഞാനൊന്ന് അടിച്ചു നോക്കട്ടെ. അയാളായി കിട്ടിയില്ല പോട്ടേച്ച്. ഇവൻ ഓടി, ഗുഡ് ടേക്ക് ദോ. ആ ഫസ്റ്റത്തെ ടച്ച് ടു ബൈപാസ് ദ ഡിഫൻഡർ സെന്റർ ബാക്ക്, അത് നല്ലൊരു ടച്ച് ആയിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഗോളി മാത്രമേ ബാക്കിയുള്ളൂ. ട്രാൻസിഷൻ അവിടെയാണ് ജയിക്കാൻ പറ്റിയത്.
അതില് ആഡ് ചെയ്യാവുന്നുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ ആ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അയാൾക്കൊരു ഡൗട്ട് ഉണ്ടായി, എത്തുമോ എന്നുള്ളൊരു പേടി ഉണ്ടായി. ബട്ട് സ്റ്റിൽ എന്നിട്ട് അയാൾക്ക് എത്താനും പറ്റി, നല്ല കൺട്രോൾഡ് ഫിനിഷും. ഓ, എൻജോയ്ഡ്. നമ്മള് തുർക്കിയുടെ കാര്യം, ഈ റിസൾട്ട് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാനുള്ള കാരണം, അപ്സെറ്റ് ഓക്കെ, തുർക്കിയുടെ പ്രോഗ്രഷന് ഇത് വളരെ വലിയൊരു അടിയാണ്. കാരണം അവർക്ക് ഗ്രൂപ്പിൽ ഇനി ഉള്ളത് USA-യും പരാഗ്വേ ആണ്. അപ്പോ ഒരു കളിയും കൂടി തോറ്റു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് ദേ ഹാവ് ടു ബീറ്റ് വൺ ഓഫ് USA ആൻഡ് പരാഗ്വേ. ഞങ്ങളെ ഹാരിയൊക്കെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും, ക്യാൻ ടർക്കി ബീറ്റ് USA-യുടെ പരാഗ്വേക്കെതിരെ പെർഫോമൻസ് കണ്ടിട്ട് ടർക്കിക്ക് ബീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം കണ്ടറിയാം. കാരണം ടർക്കി ഈസ് പ്ലേയിങ് ദ ഫുട്ബോൾ. അവർ കളിച്ചു, ഇന്ന് മോശമായിട്ട് കളിച്ചെന്ന് പറയാനില്ല, ഫിനിഷ് ഇല്ല, അത്രേ ഉള്ളൂ. പക്ഷെ ഈ റിസൾട്ട് അവരെ നന്നായി ബാധിക്കും, പ്രോഗ്രഷന് നന്നായി ബാധിക്കും എനിക്ക് തോന്നുന്നത്. ഇത് USA വേഴ്സസ് ടർക്കി ആക്ച്വലി നല്ലൊരു ഗെയിം ആയിരിക്കും, വേർ ബോത്ത് ടീം വിൽ ഹാവ് ടു പ്ലേ. ലൈക്ക് ഇപ്പം ഓസ്ട്രേലിയന്റെ കേസിൽ അവർക്ക് പറ്റിയ എന്താ വെച്ചാൽ, ഓസ്ട്രേലിയക്ക് ഒരു 6'5" ഒരു 6'6" സെന്റർ ബാക്സ്. അതിന് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെ അടിച്ചാലും, ലോങ് റേഞ്ച് അടിച്ചാലും അവർ മുന്നിലുണ്ട്, ക്രോസ് ചെയ്യാൻ നോക്കിയാലും അവരടുത്ത് തന്നെ ഉണ്ട്. കമ്പയർ ദാറ്റ് ടു USA, പോച്ചറ്റിനോ സൈഡ് ഇസ് ഓൾവേസ് ഓൺ ഗുഡ് ഫുട്ബോൾ. അപ്പൊ അവിടെ they will get more gaps. അപ്പൊ ഇൽഡസും കൂടി തിരിച്ചു വരികയാണ്, ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സെക്കൻഡ്, പിന്നെ സബായിട്ട് വന്നതല്ലേ. സോ മൂവിങ് ഫോർവേഡ് അവർക്ക് ഈ ബോത്ത് പ്ലേയേഴ്സ് വിത്ത് മോർ സ്പേസ്, USA ഷുവർ വിൻ ആണെന്ന് പറയാൻ പറ്റില്ല. പരാഗ്വേന്റെ കൂടെ they won 4-1, ഗ്രേറ്റ് എന്ന് വെച്ചാൽ ടർക്കി ക്യാൻ ബീറ്റ് USA as well. എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയൻ സെന്റർ ബാക്സിനെ പ്രീമിയർ ലീഗ് ടീംസ് ഒക്കെ നോക്കി വെക്കുന്നുണ്ടാവും. എസ്പെഷ്യലി ബോട്ടം ടേബിളിലുള്ള ടീംസോ ഈ ഡിഫൻസീവ് ഫുട്ബോൾ ആക്ച്വലി അവര് നല്ല സ്ട്രക്ചേർഡ് ആയിരുന്നു ഡിഫൻസീവ്. ഓബിൻ പറഞ്ഞ പോലെ നല്ല ഹൈറ്റ് ഉള്ള 2 സെന്റർ ബാക്സ്. ആ പ്രദേശത്ത് ഏത് ബോള് ഹൈ വന്നു കഴിഞ്ഞാലും ക്ലിയർ ചെയ്യും. പിന്നെ ഷൂട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ സിൽക്ക് ബോർഡ് ജംഗ്ഷൻ പോലെ ബ്ലോക്കും, അതേപോലെ ബ്ലോക്ക് ആയിരുന്നു. പറഞ്ഞാൽ അടിക്കുക ബ്ലോക്കോട് ബ്ലോക്ക്. ആ മറ്റേ ഇവർക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ USA-യുടെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളി ആവില്ല. ബട്ട് സ്റ്റിൽ അവർക്ക് ക്രൗഡ് സപ്പോർട്ടും ഉണ്ടാവും. ഈ പറയുന്ന USA ഓപ്പൺ ആവാം, അവര് അറ്റാക്ക് ചെയ്യാൻ നോക്കും, സ്പേസ് ഉണ്ടാവും, ഇതൊക്കെ ശരിയാണ്. ബട്ട് ക്രൗഡ് US-ന് ഒരുപാട് സപ്പോർട്ട് കൊടുക്കണമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈ മാച്ചിലെ വേറൊരു കാര്യം ഞാൻ തുടക്കം പറഞ്ഞൊരു കാര്യമാണ്, നല്ല ഡിഫൻസീവ് സ്ട്രക്ചറും നല്ല കൗണ്ടർ അറ്റാക്കിംഗ് പ്ലാനൊക്കെ ഉള്ള ടീമുകൾക്ക് ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആവും. അതിന്റെ ഒരു തെളിവാണ് ഇത്. തുർക്കിയുടെ എത്ര ചാൻസ് അവർ ക്രിയേറ്റ്, ഇതുവരെയുള്ള മാച്ചില് ഏറ്റവും കൂടുതൽ ഷോർട്ട് അറ്റംപ്റ്റ്സും ഏറ്റവും കൂടുതൽ ഒക്കെ ചെയ്തേക്കണവരാ. പക്ഷെ ഒന്നും കാര്യം ഉണ്ടായില്ല, അത്രയും നന്നായിട്ട് ഡിഫൻസീവ് സ്ട്രക്ചർ ഓർഗനൈസ് ചെയ്തു. തുർക്കിക്ക് ഒരു കാര്യം കൂടി പറയാം. അല്ല, ഞാൻ ഗുള്ളറിന്റെ കാര്യം നമ്മള് പറഞ്ഞൊരു വലിയ പ്ലെയർ ഡിഫൻസിനെ കുറിച്ച്. അതായത് ഞാൻ നോക്കി, ഈ 3 ഡിഫൻഡേഴ്സ് ആർ പ്ലേയിങ് ഇൻ സ്വാൻസി, പാർമ ആൻഡ് ലെസ്റ്റർ സിറ്റി. അപ്പോ നല്ല ഡിഫൻസീവ് സ്ട്രക്ചർ ഉള്ള ടീമുകളിൽ കളിച്ചോണ്ടിരിക്കുന്ന പ്ലേയേഴ്സ് ആണ്. പറഞ്ഞ സുദീപ്. അതെ, അത് ഭയങ്കരമായിട്ട് അവർക്ക് ഗുണം ചെയ്ത കാര്യമാണ്. ഇനി അവർക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലായി. കാര്യം ഇനിയിപ്പോ പരാഗ്വേ ആയിട്ടുള്ള കളി, പരാഗ്വേ ഓൾറെഡി അവര് തോറ്റ് നിൽക്കുകയാണ്. അവർക്ക് എന്തായാലും ഗോളുകൾ അടിച്ച് തന്നെ ജയിക്കണം, എന്നാലേ ബെസ്റ്റ് 3rd പ്ലേസ് ടീമിൽ ആവാൻ പറ്റുള്ളൂ. അവരും ഇവരടുത്തൊന്ന് അറ്റാക്ക് ചെയ്യും. ഓസ്ട്രേലിയക്ക് ആ മാച്ചും സുഖമായിട്ട് ഡിഫൻസ് ചെയ്ത് കൗണ്ടറിൽ ഗോൾ അടിച്ച് അവര് വേണമെങ്കിൽ സെക്കൻഡ് ഒക്കെ ആവാം ഗ്രൂപ്പിൽ, അതിനുള്ളതുണ്ട്. തുർക്കിക്ക് പക്ഷെ കുറച്ചും കൂടി ഈ ഓസ്ട്രേലിയയെ ഫേസ് ചെയ്ത പോലെ ആവില്ല ഇനി അടുത്ത മാച്ചുകൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോ ഉദാഹരണത്തിന് USA ആദ്യത്തെ കളിയിലെ സ്റ്റൈൽ തന്നെ കളിക്കുള്ളൂ, അവർക്ക് അതേ അറിയുള്ളൂ. പ്രസ് ചെയ്ത് പരമാവധി പന്ത് മുകളിൽ വിൻ ചെയ്ത് കളിക്കാനുള്ള ഒരു സ്റ്റൈലാണ് അവരുടെ. അപ്പൊ അവിടെ കുറച്ചും കൂടി ഓപ്പൺ ചാൻസസ് തുർക്കിക്ക് കിട്ടും. 2 പരാഗ്വേ ഇതുപോലെ അവർ ചേസ് ചെയ്യാണ്, അവർക്കും അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അവരും അറ്റാക്ക് ചെയ്യാൻ നോക്കും, അവിടെ സ്പേസ് കിട്ടും. അപ്പൊ തുർക്കിക്ക് ഇത്രയും ഡിഫിക്കൽട്ട് ആയിരിക്കില്ല മറ്റ് മാച്ചുകൾ, പക്ഷെ അവർക്ക് ഈ ചാൻസ് ക്രിയേറ്റ് ചെയ്യണത് ഫിനിഷ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പ്രശ്നം വരും. അതിലിപ്പോ ഗുള്ളറിന്റെ ഒരു കാര്യം എനിക്ക് തോന്നി. ഗുള്ളർ
ബോക്സിന്റെ പുറത്തുനിന്നൊക്കെ റയലിന്റെ സൂപ്പർ സ്റ്റാർ പ്ലെയർ ആയി വരുന്ന പ്ലെയർ ആണ്. അപ്പൊ ആള് നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് നല്ല ഫ്രീ കിക്ക് ചാൻസ് കിട്ടി, അത് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. ബോക്സിന്റെ ഉള്ളിൽ ചില ഷൂട്ട് ചെയ്യാനുള്ളതും ഒക്കെ വീക്ക് ഷോട്ട്സ് ആയി. അപ്പൊ ഗുള്ളർ കുറച്ചും കൂടിയൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യായിരുന്നു. ഗുള്ളറിന്റെ എക്സ്പെക്ടേഷൻ ഭയങ്കരമായിരിക്കും ഈ ടീമിൽ. അപ്പോ അവർക്ക് ഇതൊക്കെ ഓവർകം ചെയ്തിട്ട് വേണം അടുത്ത റൗണ്ടിലേക്ക് വരാൻ. എന്തായാലും അവർക്ക് നല്ല പ്ലേയേഴ്സ് ഉണ്ട്, സംശയമൊന്നുമില്ല, നല്ല ടീമുണ്ട്, അവർക്ക് അടുത്ത് ക്വാളിഫൈ ചെയ്യാം. ഓക്കെ. ഹാരിയുടെ ടൈമിങ്സ് അറിയാലോ, ഹാരിക്ക് രാവിലെ അവിടെ സൺഡേ പരിപാടികളൊക്കെ ഉണ്ട്. അടുത്ത പോഡ്കാസ്റ്റിൽ ഹാരി വരും. ബ്രസീലുകാർക്ക് നല്ല നല്ല ഹോട്ട് ടേക്സ്. നോർവേയുടെ മാച്ചിൽ എന്തായാലും റിവ്യൂവിന് ഹാരി ഉണ്ടാവും. സോ വി വിൽ ഹാരി ബാക്ക്. ഒറ്റ കാര്യം, ഹാരിയോട് ഒരു കാര്യം മാത്രം ചോദിക്കാം. ഹാരിയോട് ജോസെ മൊറീനിയോ സ്റ്റൈല് ഫുട്ബോൾ ആണോ വേൾഡ് കപ്പ് ജയിക്കുക, അതോ കോച്ചിന്റെ സ്റ്റൈലില്? അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കാരണം വെച്ചാൽ പക്ഷേ കഴിഞ്ഞ 2-3 തവണ കണ്ടിട്ടുണ്ട് സ്പെയിനും ഫുട്ബോൾ ജയിച്ചിട്ടൊക്കെ ഉണ്ട്. യൂറോ ആയാലും വേൾഡ് കപ്പ് ആയാലും ദേ ആർ നോട്ട് എ ട്രഡീഷണൽ ഡിഫൻസീവ് മൈൻഡഡ് ഫുട്ബോൾ ടീം. ബട്ട് ഐ തിങ്ക് ഡെഷാംസും ജയിച്ചിട്ടുണ്ട്, who's also more of a defensive kind of minded coach. So defensive minded ആയി നിൽക്കുന്നതിന് ഒരുപാട് പിന്നെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ലൈക്ക് യു ബിൽഡ് ഫ്രം ബാക്ക്, യു ആർ സ്ട്രോങ് അറ്റ് ദ ബാക്ക്, യുവർ ബേസ് ഇസ് ഗുഡ്, യു ജസ്റ്റ് നീഡ് 1 or 2 counter attacks to score a goal. So ഭയങ്കര ഹാർഡാണ് ഡിഫെൻസീവ് ആയിട്ട് കളിക്കുക. ഇറ്റ്സ് നോട്ട് പീപ്പിൾ ആളുകൾ ജയിക്കാൻ സാധ്യത കൂടുതലാണ്. ഞാൻ ഇത്തവണ ഫേവറേറ്റ് ആയി കാണുന്ന ഫ്രാൻസിനാണ് ആക്ച്വലി. ആൻഡ് ഐ ബിലീവ് ഐ തിങ്ക് ദേ വിൽ പ്രോബ്ലി വിൻ ദ വേൾഡ് കപ്പ് ബിക്കോസ് ബെറ്റർ ക്വാളിറ്റി സെറ്റിൽ ടീം. പിന്നെ അവർ കുറച്ച് ഡിഫെൻസീവ് ആയിട്ട് കളിക്കുന്ന ഒരു, എനിക്ക് ആ കോച്ചിന് വലിയ താല്പര്യമില്ല, പക്ഷേ അവർ ജയിക്കാനാണ് ഞാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. കാരണം അവരങ്ങനെയാണ്, അവരുടെ നേച്ചർ ഓഫ് ഫുട്ബോൾ അങ്ങനെയാണ്. സോ ഐ തിങ്ക് യെസ്, ദർ ഇസ് എ വെരി ഗുഡ് ചാൻസ് ഫോർ എ ഡിഫെൻസീവ് കൈൻഡ് ഓഫ് ടീം ടു വിൻ ദിസ് വേൾഡ് കപ്പ് ആക്ച്വലി. Anyways, thank you so much for the time. Thank you so much for having me. ഞാൻ മാക്സിമം മാച്ച് കവർ ചെയ്യാൻ ശ്രമിക്കാം. ബട്ട് ബീങ് എ ഫാമിലി മാൻ ഇറ്റ്സ് നോട്ട് റിയലി ഈസി. പിന്നെ ജോബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഐ ട്രൈ ടു കവർ സം ഇമ്പോർട്ടൻറ്റ് പ്രോമിനന്റ് മാച്ച്, എസ്പെഷ്യലി നോർവേ ആയാലും ശരി, ഇനിയും വരാൻ പോകുന്ന കുറച്ച് മാച്ചസ്. എന്നിട്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് വിശകലനം ചെയ്യാം. ഫൈൻ, യു ഗൈസ് ക്യാരി ഓൺ ആൻഡ് ഹാവ് എ നൈസ് ടൈം. ബൈ ദെൻ. അതായിരുന്നു ഹാരി. സോ എനിക്ക് ഇനി നമ്മൾ ഒരുപാട് ഇങ്ങനെ ബ്രസീൽ പറഞ്ഞു, ഇത് പറഞ്ഞു. എനിക്ക് തോന്നുന്നു സൗത്ത് കൊറിയയെ കുറിച്ച് 2 വാക്ക് ആർക്കെങ്കിലും പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാം. ഞാൻ സൗത്ത് കൊറിയ എന്ന രീതിയിൽ മാത്രമല്ല, ഞാൻ നേരത്തെയും പറഞ്ഞു, അതായത് ഏഷ്യൻ ടീംസ്, നമ്മള് ചെറുതായി കണ്ട ഏഷ്യൻ ടീംസും ആഫ്രിക്കൻ ടീംസും അവരുടെ പ്രസൻസ് ഈ വേൾഡ് കപ്പിൽ അറിയിച്ചു തുടങ്ങിയിരിക്കുന്നു. എസ്പെഷ്യലി ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയാൻ പറ്റുമോ ഇപ്പൊ? ചെക്കിയ അത്ര മോശം അല്ല, അവരെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, അങ്ങനെ ചെക്ക് റിപ്പബ്ലിക് തന്നെയാണ് ഒഫീഷ്യൽ നെയിം. ബട്ട് നെയിം സർനെയിം ഇട്ടേക്കുന്നതാണ്. മീൻസ് വി ക്യാൻ കോൾ ചെക്കിയ, അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ചെക്കിയ എനിക്ക് തോന്നുന്നു അത് നല്ല റിസൾട്ട് ആയിരുന്നു ഏഷ്യൻ ഫുട്ബോളിന് വേണ്ടിയിട്ട്. സൗത്ത് കൊറിയ നന്നായി സെക്കൻഡ് ഹാഫ് വാസ്, എനിക്ക് ഈ വേൾഡ് കപ്പിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹാഫ് ഓഫ് ഫുട്ബോൾ. ഇപ്പൊ ഹാഫ് അല്ല കേട്ടോ, ഇപ്പൊ മറ്റേത് എന്താണ് Q1 Q2 Q3 Q4 ഹൈഡ്രേഷൻ ബ്രേക്ക് ഒക്കെ വെച്ച് ആഡൊക്കെ ഇട്ടത്. എന്ത് പറയാനാ ഫുട്ബോളിന്റെ കളിക്കിടയിൽ ആഡൊക്കെ. എന്തായാലും പോട്ടെ. അപ്പൊ എനിക്ക് തോന്നുന്നു ആ സെക്കൻഡ് ഹാഫ് വാസ് എ ഫൺ ഗെയിം ടു വാച്ച്. ആൻഡ് സൗത്ത് കൊറിയ ഗെയിം ഓഫ് ട്രംസ്. എന്താണ് സ്വരൂപ് കണ്ടിരുന്ന കളി? ഞാൻ സെക്കൻഡ് ഹാഫ് എനിക്ക് കാണാൻ പറ്റില്ല, ഞാൻ ഓഡിയോ മാത്രമേ കേട്ടുള്ളൂ. ഫസ്റ്റ് ഹാഫ് ഞാൻ കണ്ടിട്ട് ഓഫീസിലേക്ക് ബൈക്കിൽ പോകുമ്പോ കമന്ററി മറ്റേ ഹെൽമെറ്റിലിട്ട് ബ്ലൂടൂത്തിലിട്ട് കേട്ടിട്ടാണ് പോയി. സോ ഫസ്റ്റ് ഹാഫിൽ ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വിചാരിച്ചു ചെക്കിയ ഭയങ്കര ഫിസിക്കലായിട്ടാണ് അവര് നല്ലോണം കളിച്ചത്, ചെക്കിയ കളിച്ചത്. ബട്ട് സൗത്ത് കൊറിയ അത് എല്ലാം എക്സ്പെക്ട് ചെയ്തിട്ട് അവർക്ക് ഒരു കൂസലും ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ചെയ്യാൻ വേണ്ടി ചാടുന്നു, വന്ന് ഇടിച്ച് ഇടുന്നു. മീൻസ് അവർക്ക് ഇത് യൂഷ്വൽ, ഇതിലൊന്നും നമ്മൾ പതറില്ല എന്നുള്ള രീതിയിലാണ് അവര് ഫസ്റ്റ് ഹാഫ് കളിച്ചത്. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ സൗത്ത് കൊറിയ നല്ലോണം ഇംപ്രസ് ചെയ്യിച്ചു. മെയിൻലി അവര് ലോങ് ബോള് സണ്ണിനെ ഇട്ട് ലോങ് ബോള് കളിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്. ബട്ട് ആ 40-45 മിനിറ്റ്സിന്റെ ഇടയിൽ അവര് അറ്റാക്കിംഗ് തേർഡിൽ നല്ല പാസ് ബിൽഡ് ചെയ്ത് നല്ല ഒരു
3-4 ചാൻസ് ഉണ്ടാക്കി ആ ഇഞ്ചുറി ടൈമിനോട് അടുക്കുമ്പോ. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിനും കൂടിയും കണ്ടു കഴിഞ്ഞിട്ട് ഓഫീസിൽ പോയാലോ എന്നൊക്കെ തോന്നി. ബട്ട് എനിക്ക് ഓഫീസിൽ ഇത്തിരി അർജൻസി ഉള്ളതുകൊണ്ട് പോണ്ടി വന്നു. അതിന്റെ ഇടയിൽ ഗോളൊക്കെ കേട്ടു, നല്ല രസമുണ്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് സൗത്ത് കൊറിയയുടെ പെർഫോമൻസ് നന്നായിട്ട് തോന്നി. അവര് ഇനിയും ഇതേപോലെയുള്ള പെർഫോമൻസ് ഈ വേൾഡ് കപ്പിൽ തന്നെ കാണിക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ മറ്റൊരു വലിയ റിസൾട്ട് ഈ വേൾഡ് കപ്പിൽ ഇതുവരെ നടന്നതിൽ ഈ ഖത്തർ സ്വിറ്റ്സർലൻഡിന് കൂടെ അഗെയിൻ അനദർ ഗെയിം ഓഫ് അറ്റാക്ക് വേഴ്സസ് ഡിഫൻസ്. ഗ്രൂപ്പിൽ ഒക്കെ നല്ല ചർച്ച ചെയ്യുന്നത് എന്താണ് ഖത്തർ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ഇന്ത്യൻ ഗോൾ ദ റിസൾട്ട് ദേ വാണ്ടഡ്. എനിക്ക് ഓബിന് ലോപെറ്റഗുയിനെ കുറിച്ച് 2 വാർത്തകൾ പറയാനുണ്ട്. അതിന് കഴിഞ്ഞ് നമുക്ക് ഹൈറ്റിയിലേക്ക് പോകാം. പറടാ. സോ ഖത്തർ ഡിഫൻസ് വേഴ്സസ് അറ്റാക്ക് എന്നൊന്നും പറയാനുള്ള ഗെയിം അല്ല. ഓക്കെ, സ്വിറ്റ്സർലാൻഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഖത്തർ ഡെഫിനറ്റ്ലി ഗോയിങ് ടു ബി ഒരു ഡിഫൻസീവ് സൈഡ്. പക്ഷെ ദേ സ്റ്റാർട്ടഡ് ദ ഗെയിം വെൽ. ആ ഗെയിമിന്റെ ഫസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത് ഖത്തറിനായിരുന്നു. വേർ ദ സ്ട്രൈക്കർ വെന്റ് ത്രൂ ഓൺ ഗോൾ. ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് ആ ഒരു ചാൻസ് ക്രിയേഷൻ മോഡിലേക്ക് ഖത്തർ എത്തിയിട്ടുണ്ട്. പിന്നെ അവർ കുറച്ച് ആ പെനാൽറ്റി എന്നെ സംബന്ധിച്ചോളം അതൊരു കോൺട്രവേഴ്ഷ്യൽ പെനാൽറ്റി ആണ്. ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ചെക്ക് ഫോർ ഓഫ് സൈഡ്. ഫൗളിന് ചെയ്യുന്ന ആ പ്ലേ ആക്ച്വലി ഹീസ് എൻ ഓഫ് സൈഡ്. അപ്പം ഓഫ് സൈഡ് ആയിരുന്നു ആദ്യം കൊടുക്കുന്നത്. അത് ആ പെനാൽറ്റി സാധനം എന്നുള്ളത് കോൺട്രവേഴ്ഷ്യൽ ആണ്. അവിടെ അത് കൊടുക്കേണ്ടതില്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഖത്തർ കുറച്ചുകൂടി ഡിഫെൻസീവ് ആയത്. കാരണം അവർക്ക് പിന്നെ സെക്കൻഡ് ഗോൾ കൺസീഡ് ചെയ്താൽ തിരിച്ചു വരാനുള്ളതൊന്നും ഇല്ല അവരുടെ അടുത്ത്. അപ്പൊ അവർ കുറച്ചുകൂടെ വിഡ്രോൺ ആയി. സോ ദിസ് ഇസ് വേർ അവരെ മാനേജർ സ്പാനിഷ് മാനേജറാണ്. ഹി നോ വെൻ ടു കൺട്രോൾ, ഹൗ ടു കൺട്രോൾ. അപ്പം ആ ഒരു കൺട്രോളിൽ അവർ വന്ന് മുന്നോട്ട് പോയി. അവസാനത്തെ ഒരു 5-10 മിനിറ്റ് ആകുമ്പോൾ യു ഗോ ഓൾ ഔട്ട് ഓഫ് അറ്റാക്ക്. ജയിച്ച ഗോൾ കിട്ടിയ ഡ്രോ ആയി. എല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ എന്തായാലും തോൽവിയല്ലേ എന്നുള്ള രീതിയിൽ. സോ ദാറ്റ് കൈൻഡ് ഓഫ് ഒരു മാനേജർ അവർക്കുള്ളത് ഇറ്റ് പ്രോബ്ലി വിൽ ഗിവ്സ് ദം സം ബൂസ്റ്റ്. എല്ലാ കളിയും ജയിക്കാനൊന്നും പോകുന്നില്ല. ഇവർ പ്രോബ്ലി ഔട്ട് ആവും ചെയ്യും. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ഫസ്റ്റ് പോയിന്റ്. ഈ ലോപെറ്റഗുയി ആരാന്ന് ഡൗട്ട് ഉള്ളവർക്ക് ഒറ്റ വരിയിൽ പറഞ്ഞുതരാം. സ്പെയിന്റെ വേൾഡ് കപ്പിന് 2 ദിവസം മുന്നേ സാക്ക് മേടിച്ച് റയൽ മാഡ്രിഡുമായി ചർച്ച ചെയ്തതിന് സാക്ക് മേടിച്ച, റയലിൽ പോയിട്ട് അവിടെ 2 മാസത്തിനുള്ളിൽ സാക്ക് മേടിച്ച ആളാണ്. വേറൊരു സർപ്രൈസിംഗ് റിസൾട്ട് എന്നുള്ള ഈ വേൾഡ് കപ്പിന്റെ ഒരു സ്വരൂപ സ്കോട്ട്ലൻഡ് മാച്ച്. ഞാൻ മാച്ച് കണ്ടു. ഞാൻ എനിക്ക് നല്ല ഇൻട്രസ്റ്റ്. മീൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് സ്കോട്ട്ലൻഡ് ഇത് സുഖമായിട്ട് ജയിക്കും, നല്ല 3-0 ജയിക്കുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കളി കണ്ടു തുടങ്ങിയപ്പോ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു പേടിയില്ലാത്ത കളി. ആങ്കിള് ശരിക്ക് സ്കോട്ട്ലൻഡ് ഒരു ഗോൾ അടിച്ചെങ്കിലും ഉണ്ടല്ലോ, പേടിച്ച കളിച്ചായിരുന്നു. സെക്കൻഡ് ഹാഫ് ഒക്കെ കംപ്ലീറ്റ് പേടിയായിരുന്നു. ഇവര് ഫുൾ ഡിഫെൻസീവ് ആളിട്ട് ബാക്കിൽ അങ്ങോട്ട് ഹാഫിന്റെ അപ്പുറത്തേക്ക് ക്രൗഡ് മറ്റേ സ്റ്റേഡിയത്തിലെ ആൾക്കാർ ആ അറ്റത്ത് എന്താ നടക്കണേന്ന് വിചാരിക്കുന്നുണ്ടാവും. കാരണം ബോള് മൊത്തം അവിടെ ആയിരുന്നു. അറ്റാക്കോട് അറ്റാക്ക്. നല്ല ഇംപ്രസീവ്. അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറയും, പക്ഷെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ടായിരുന്നു. എക്സ്പീരിയൻസ്, അതെ, പ്രൊവിഡൻസ്. ലെഫ്റ്റ് സൈഡ് നല്ല അടിപൊളി കളിയായിരുന്നു. അതേപോലെ സ്ട്രൈക്കേഴ്സ്, ആ പ്രസൻസ്, സ്ട്രൈക്കേഴ്സിന്റെ മറ്റേ പ്രസൻസിന്റെ കാര്യം പറഞ്ഞില്ലേ നമ്മള് കഴിഞ്ഞിടെ പറയണ്ടായിരുന്നു. ഫുട്ബോളിൽ ഈ സ്ട്രൈക്കേഴ്സിന്റെ ആധിപത്യം കുറയുന്നു എന്നൊക്കെ നമ്മൾ പറയണ്ടായിരുന്നു. പക്ഷെ ആ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു. ബോക്സിൽ ഇപ്പോഴും അയാളുടെ ഒരു നല്ലൊരു ഹെഡർ ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റോട് കൂടിയിട്ട്. ജസ്റ്റ് പോസ്റ്റിന്റെ അടുത്ത് കൂടെ പോയി നെഞ്ച് പാളി ഉണ്ടാവും. സ്കോട്ട്ലൻഡ് കുറെ കാലങ്ങളായിട്ടുള്ള ഫസ്റ്റ് വിന്നാണ്. അവർക്ക് കഷ്ടപ്പെടേണ്ടി വന്നു അത് ജയിക്കാൻ തന്നെ. അതെ, എനിക്ക് തോന്നുന്നു ഹെയ്റ്റിയിൽ എല്ലാവർക്കും അറിയുന്ന പ്ലെയർ ആയിട്ട് ബെൽഗാർഡ് ഉണ്ട്, നമ്മുടെ വുൾഫ്സിലെ ബെൽഗാർഡ്. പുള്ളി മാത്രമാണ് തോന്നുന്നു, ബാക്കി എല്ലാവരും അവിടെ റൂറൽ ആയിട്ട് കളിക്കുന്ന പ്ലേയേഴ്സ് ഒക്കെയാണ് അവര്. സോ സുദീപ്, മറ്റൊരു ടീംസ് മെക്സിക്കോ പറഞ്ഞു. ഈ ബെൽഗാർഡ് നല്ല അടിപൊളി കളിയായിരുന്നു. നമ്പർ 10. നമ്മള് വൂൾസിലൊന്നും അവനെ അങ്ങനെ കണ്ടിട്ടില്ല. അയാൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു.
മെക്സിക്കോ, USA, കാനഡ ഹോസ്റ്റ് ടീമുകളുടെ റിസൾട്ട് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് റാപ്പ് ചെയ്യാം. യെസ്, അതെ. ഹോസ്റ്റ് ടീംസിന്റെ മാച്ചുകള് ആദ്യം തന്നെ ഒരു റീമാച്ച് പോലെയായിരുന്നു. കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കയിൽ നടന്ന വേൾഡ് കപ്പിന്റെ റീമാച്ച് പോലെ മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും. ആദ്യത്തെ മാച്ച് കണ്ടപ്പോ തന്നെ എല്ലാവർക്കും ഒന്ന് പേടിച്ചു. ഈ വേൾഡ് കപ്പ് മുഴുവൻ ഇങ്ങനെയായിരിക്കുമോ? അതായത് 3 റെഡ് കാർഡായിരുന്നു മാച്ചില്. പക്ഷെ മെക്സിക്കോ നമ്മൾ വിചാരിച്ച പോലെ ഡിഫൻസീവ് ആയിട്ട് കളിച്ചു. സൗത്ത് ആഫ്രിക്ക അങ്ങനെ തന്നെയാണ് കളിച്ചിരുന്നത്. അപ്പോ ചാൻസുകൾ പിന്നെ മെക്സിക്കോ പോയി ക്രിയേറ്റ് ചെയ്യായിരുന്നു. അപ്പോ റൗൾ ജിമിനസ് ഗോൾ അടിക്കുക എന്നുള്ളതാണ് ഒരു സ്പെഷ്യൽ. റൗൾ ജിമിനസിന്റെ ഗോളിന്റെ ഒരു ഇത് മെക്സിക്കോയുടെ ഓൾ ടൈം ലീഡിംഗ് സ്കോറർ ആയിട്ടുള്ളത് നമ്മുടെ ചിച്ചാരിറ്റോ ആണ്. ചിച്ചാരിറ്റോന്റെ അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ പ്ലെയറുടെ ഒപ്പം എത്തിപ്പോ ഇനി ബോഹെറ്റി എന്നിട്ട് പറഞ്ഞ പ്ലെയർ ആണ്, ആളുടെ ഒപ്പം എത്തി. അപ്പൊ ഇനി ഒരു ഗോൾ കൂടി അടിച്ചാൽ സെക്കൻഡ് ആവാം. അപ്പൊ അങ്ങനെയാണ് റൗൾ ജിമിനസ് അതിലുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ വേൾഡ് കപ്പിലെ ഏറ്റവും യങ്ങസ്റ്റ് പ്ലെയർ ആയിട്ട് ഗിൽബർട്ടോ മൊറ സബായിട്ട് വന്നു. എന്തായാലും മെക്സിക്കോ ഇങ്ങനെ വേൾഡ് കപ്പിൽ ഫസ്റ്റ് മാച്ച് ജയിച്ച് തുടങ്ങുന്നത് കുറവാണ്. അപ്പൊ അവര് നല്ല കോൺഫിഡൻസിലായിരിക്കും അടുത്ത റൗണ്ടിലേക്ക് പോവാം, ക്രൗഡ് സപ്പോർട്ട് ഒക്കെ ആയിട്ട്. മെക്സിക്കോന്റെ കഥ അതായിരുന്നെങ്കിൽ USA കഥ കുറെ കൂടി രസമായിരുന്നു. നമ്മൾ ഇപ്പൊ നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, പ്രസ്സിംഗ് ഫുട്ബോളൊക്കെ നമ്മൾ അങ്ങനെ ഈ വേൾഡ് കപ്പ് പോലുള്ള കോമ്പറ്റീഷനിൽ അങ്ങനെ അധികം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇൻഫ്ലുവൻസ് ക്ലബ് ഫുട്ബോളിലായിരുന്നു. പക്ഷെ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്താണ് USA കളിച്ചത്. 4 ഗോൾ അടിച്ച് ജയിച്ചു, 4-1 എന്നുള്ള സ്കോറിന്. ആ ഫുൾ കോംപ്രഹെൻസീവ് വിൻ ആയിരുന്നു ഡെഫിനറ്റ്ലി. USA ചാൻസ് അതോടുകൂടി കൂടി. പിന്നെ നടന്നത് കാനഡ മാച്ചാണ്. കാനഡ മാച്ചിന്റെ അതുപോലെ കാനഡ ഇതുവരെ വേൾഡ് കപ്പിൽ പോയിന്റ് എടുത്തിട്ടില്ല എന്ന് ആലോചിക്കണം. ഇതുവരെ വേൾഡ് കപ്പിൽ അവർ പോയിന്റ് സ്കോർ ചെയ്തിട്ടില്ല. 2 തവണ വേൾഡ് കപ്പിൽ വന്നു, 6 കളിയും തോൽക്കുക ചെയ്തിട്ടുള്ളത്. അപ്പൊ അവര് പക്ഷെ നമ്മള് ഹോസ്റ്റ് നാഷനാണ്, അവരുടെ ടീമൊക്കെ കണ്ടപ്പോ അവര് എന്തായാലും ജയിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും, ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ജയിക്കാൻ പറ്റിയില്ല. കുറെ നേരം തോറ്റ് നിൽക്കുകയായിരുന്നു ഇതില്. അതും ഇതുപോലെ പ്രസ് ചെയ്തും ഒക്കെ അറ്റാക്ക് ചെയ്തൊക്കെ തന്നെ അവർ കളിച്ചിരുന്നിട്ട് നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു അവരുടെ കളി കാണാൻ. പക്ഷെ ലാസ്റ്റ് മിനിറ്റില് മീൻസ് ലാരിൻ എന്ന് പറഞ്ഞ പ്ലെയർ വന്ന് ഗോൾ അടിച്ച് അവര് എത്തുകയാണ് ചെയ്തത്. 1-1 എന്ന് പറഞ്ഞു. അവർക്ക് ജയിക്കാൻ പറ്റിയില്ല. ബാക്കി 2 ഹോസ്റ്റും ജയിച്ചാണ് തുടങ്ങിയത്. ഇതാണ് മറ്റ് മാച്ചുകൾ പിന്നെ നടന്നത്. ഈ എന്തായാലും വേൾഡ് കപ്പിന്റെ ഒരു ഫ്ലേവർ ഈ പറഞ്ഞ വേൾഡ് കപ്പ് അല്ല അല്ലെ ഇതുവരെ. ചെറിയ ടീമുകൾ അവരുടെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് ഡെഫിനറ്റ്ലി. പിന്നെ നമ്മള് പിന്നെ ഖത്തറിന്റെ കാര്യം ജസ്റ്റ് പറഞ്ഞു പോയിരുന്നു. ഖത്തർ പറഞ്ഞ പോലെ മീൻസ് ഡ്രോ പിടിച്ച കാര്യവും അതും സ്വിറ്റ്സർലാൻഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ കൂടെ അത് പറഞ്ഞു. അത് ജസ്റ്റ് മെൻഷൻ ചെയ്തു. അതും വലിയ റിസൾട്ടാണ്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാത്ത റിസൾട്ട്സ് ആയിരുന്നു അതെല്ലാം. ബോസ്നിയയുടെ റിസൾട്ട് ആയാലും ബോസ്നിയയുടെ കോച്ചിനെ കുറിച്ചൊരു കാര്യം വായിച്ചിരുന്നു ഈ അടുത്ത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അതായത് ബോസ്നിയ കുറച്ചായിട്ട് വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യണേ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ ആ ടീമിനെ കുറ്റം പറഞ്ഞ് മീഡിയയിലൊക്കെ നിറഞ്ഞിരുന്ന ഒരു ആളായിരുന്നു ഈ മാനേജർ, ഇപ്പോഴത്തെ മാനേജർ. അപ്പൊ അവര് അവസാനം ചെയ്തു ഇനി കുറ്റം പറയാണ്ടിരിക്കാൻ വേണ്ടി പിടിച്ചോ ഈ മാനേജർ ആയിക്കോന്ന് പറഞ്ഞാൽ ആള് ക്വാളിഫൈ ചെയ്തു വേൾഡ് കപ്പിലേക്ക്. മാത്രമല്ല ഫസ്റ്റ് കളി ഡ്രോ പിടിക്കുകയും. അപ്പൊ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. ലോങ് വീഡിയോ ആയിരുന്നു. വേറൊരു കാര്യം നമുക്ക് പോകുന്നതിന് മുമ്പ് ലാസ്റ്റ് ഒരു കാര്യം കൂടി ചെയ്ത് നമുക്ക് നിർത്താം. അടുത്ത പോഡ്കാസ്റ്റിൽ വരുന്നതിന് മുമ്പ് പ്രഡിക്ഷൻസ്, ഇനി വരുന്ന അടുത്ത സെറ്റ് ഓഫ് മാച്ചസ്. നമ്മളിനി വരുന്നത് സുദീപ് എപ്പോഴാണ്? നമ്മള് സ്പെയിൻ മാച്ച് കഴിഞ്ഞിട്ടല്ലേ? 9:30. സ്പെയിൻ മാച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോ പ്രഡിക്ഷൻസ്, ജർമ്മനി കുറസാവോ? എത്ര ഗോൾ അടിക്കും ജർമ്മനി? 8-0. ഓക്കെ, സുദീപ് എന്താ പറയുന്നത്? ഓപ്പൻ 4-1. ഓക്കെ, ഐ എം ഗോയിങ് ഫോർ 5-0. നോക്കാം, നമ്മളെല്ലാരും തെറ്റായിരിക്കും അറിയാം, എന്നാലും ഓക്കെ. പിന്നെയുള്ള മാച്ചാണ് നമ്മുടെ ഈ വേൾഡ് കപ്പിൽ എനിക്ക് തോന്നുന്നു ഇതുവരെ ഉള്ളതിൽ ബ്രസീൽ മൊറോക്കോ കഴിഞ്ഞിട്ട് ഏറ്റവും ഈക്വൽ അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായ സ്ട്രോങ് മാച്ച്. നെതർലൻഡ്സ് ജപ്പാൻ. പ്രഡിക്ഷൻ ഒറ്റ വരിയില് 1-1. സുദീപ്? ജപ്പാൻ 2-1 ജയിക്കും. തിരിച്ച് നെതർലൻഡ് 1. ഐ എം ഗോയിങ് ഫോർ 0-0. Next, Ivory Coast Ecuador. 2-2. ഇക്വഡോർ 2 റൺ മേടിക്കാനോ? ഓക്കെ, 0-0. ആരടിക്കും? ഇക്വഡോർ സമ്മതിക്കൂല.
സുദീപ് എന്താ പറയുക? 1-0 ഇക്വഡോർ. 1-0 ഇക്വഡോർ. ഞാൻ 1-0 ഐവറി കോസ്റ്റ്. സ്വീഡൻ ടുണീഷ്യ. 0-1 ടുണീഷ്യ ജയിക്കുന്നതാണോ? ടുണീഷ്യ ജയിക്കും. സ്വീഡൻ 1. ടുണീഷ്യ ജയിക്കും. ടുണീഷ്യ ജയിക്കും 1-0. ആ ഓക്കെ. 1-1 സുദീപ് എന്താ പറയുന്നത്? 1-1 ഡ്രോ. റോബിൻ 1-1 ആയിരിക്കും. കാരണം ആ ഇസാക്കും ഗോക്കേറസിൽ ആരെങ്കിലും ഒരാളെങ്കിലും അടിക്കൂലേ? പക്ഷെ അത് വാങ്ങും. ഓക്കെ. I think Sweden will win 1-0. സ്പെയിൻ വേഴ്സസ് കാപ്പോ വെർഡെ. ഞാൻ ലാസ്റ്റ് വരാം സുദീപിന്റെ അടുത്ത്. സുദീപ്, സ്പെയിൻ വേഴ്സസ് കാപ്പോ വെർഡെ. അത് 3-0 സ്പെയിൻ ജയിക്കും. 3-0. ഓ സോറി, റോബിൻ കാപ്പ് വേർഡെ അല്ലേ? ഇല്ല, 2-0. റോബിൻ 3-0. സ്വരൂപ് 4-1. 4-1. I think 6-0 സ്പെയിൻ. ഓക്കെ. അപ്പോ നമ്മള് ഇത്രയും മാച്ചസ് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പോഡ്കാസ്റ്റിൽ വരും. ഈ പ്രൊഡിക്ഷൻസ് ഒക്കെ അന്ന് എല്ലാവർക്കും ചിരിച്ചു തള്ളാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. മാച്ചുകൾ ഇംപ്രൂവ് ആവട്ടെ, അല്ലെ, പെർഫോമൻസ് ഇംപ്രൂവ് ആവട്ടെ, പക്ഷെ റിസൾട്ടുകൾ ഇങ്ങനെ തന്നെ പോട്ടെ. എനിക്കിതാണ് ആഗ്രഹം. ഒരു നല്ലൊരു വേൾഡ് കപ്പായി മാറട്ടെ. പുറത്ത് കുറെ കാലം നടക്കുന്നുണ്ടെങ്കിലും സോ ഫാർ നമ്മള് ഈ ഡാർക്ക് ഹോഴ്സസ് പോഡ്കാസ്റ്റിൽ ഗണേശൻ പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിച്ചുകൊണ്ട്, അണ്ടർ ഡോഗുകൾ നന്നായി പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ കളി കാണാനുള്ള ത്വരയും, നമ്മുടെ ടീം സ്വന്തം ടീം ഏതാണെങ്കിലും ആ ടീം ജയിക്കട്ടെ. ഇന്ന് ശരിക്കും തുർക്കി വന്നത് ഓസ്ട്രേലിയയിൽ അവസാനം നമ്മൾ ഓസ്ട്രേലിയക്ക് വേണ്ടി ഉള്ളിന്റെ ഉള്ളിൽ നിന്നൊരു റൂട്ടിങ് വന്നിട്ടുണ്ട്. അതേപോലെയായിരുന്നു ഖത്തർ അടിച്ചപ്പോൾ ഉള്ള സന്തോഷം. അതേപോലെയായിരുന്നു നമ്മുടെ സൗത്ത് കൊറിയ വന്നതും. എനിക്ക് ആകെ ഇതുവരെ ഇഷ്ടപ്പെടാത്ത ഒരു റിസൾട്ട് എന്ന് പറയുന്നത് USA ജയിച്ചതാണ്. പക്ഷെ നോക്കാം നമുക്ക്, അത് എന്താ വെച്ചാ ആവട്ടെ. ഇനി USA ജയിച്ചു പോയാൽ എനിക്ക് പ്രീ ക്വാർട്ടറിലെ അല്ല റൗണ്ട് 32 മറ്റേ ഇറാൻ വേഴ്സസ് USA മാച്ച് അതെങ്കിലും കാണാൻ പറ്റുന്നത്. യെസ്, നമുക്ക് റാപ്പ് ചെയ്യാം. ഫസ്റ്റ് പുതിയ എപ്പിസോഡാണ്, പുതിയ സീരീസ് ആണ്. സോ കുറച്ചൊരു ടെക്നിക്കൽ പ്രോബ്ലംസും കുറച്ചൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് പരിഹരിച്ചുകൊണ്ട് നെക്സ്റ്റ് ടൈം നമ്മൾ എല്ലാവരും വരും. എന്താണ് പറയാ, ഇതുവരെയുള്ള വേൾഡ് കപ്പ് എല്ലാവരും കളി കാണാൻ എല്ലാവരും ഉറക്കം തൂങ്ങിയിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കമന്റ്സ് ഇടും. വീണ്ടും ഞാൻ പറയുന്നു, നമ്മുടെ ചാനലിന് ആരോടും ബയസില്ല. ഒറ്റ ബയസേ ഉള്ളൂ, അത് ലിവർപൂൾ ആണ്. അതല്ലാതെ വേറെ ഒരു ബയസ് നമുക്കില്ല. പക്ഷെ ഓരോരുത്തർക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടാവും. അപ്പൊ അവരെ പേരെടുത്ത് വിളിച്ച് തെറിവിളിക്കാം. അപ്പൊ ആ ഒരു ഇതിൽ സുദീപ് എന്തെങ്കിലും അവസാനം പറയണ്ടോ? പോയി കിടന്ന് ഉറങ്ങട്ടെ. അതല്ലേ, പോയി കിടന്ന് ഉറങ്ങട്ടെ. കണ്ണൊന്നും തുറക്കാൻ പറ്റുന്നില്ല ഈ സമയമൊക്കെ ഉറക്കത്തിന് മെയിൻ. രാത്രി ഇപ്പൊ വൈകിട്ട് F1 ഉണ്ട് 6 മണിക്ക്. അത് കഴിഞ്ഞ് 4 മാച്ച് ഉണ്ട് രാത്രി. അപ്പൊ നല്ല മാച്ചല്ല. അവർക്ക് US ഉള്ളവർക്ക് സൂപ്പർ സൺഡേ, നമുക്ക് ഉറക്കമില്ലാത്ത സൺഡേ. അതെ. അപ്പൊ എല്ലാവരും സമയത്തിന് കിടന്നുറങ്ങുക. അതെ, റാപ്പ് ചെയ്യാം. എല്ലാവരും സമയത്തിന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മുടെ ഈ പോഡ്കാസ്റ്റ് കാണുക, അല്ലെങ്കിൽ ഷെയർ ചെയ്യുക ബാക്കിയുള്ളവർക്ക്. എന്നിട്ട് വീണ്ടും കിടന്നുറങ്ങാൻ മാച്ച് തുടങ്ങുമ്പോൾ എഴുന്നേൽക്കുക. അതെ, എല്ലാവർക്കും ബൈ.